ഓക്കെ, നമുക്ക് ഒരു വചനഭാഗം വയ്ക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, 29-30. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, യേശു ക്രിസ്തു എന്ന വ്യക്തി തന്നെ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു ജഡത്തിലും രക്ഷയില്ല, വേറൊരു ജഡത്തിൽ നിന്നും ജ്ഞാനം വരികയില്ല, വേറൊരു ജഡത്തിൽ നിന്നും നീതീകരണം വരികയില്ല. ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് ദൈവം അവരുടെ രക്ഷയെ മുഴുവൻ തന്റെ പുത്രനിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. ആ പുത്രനിൽ നമ്മൾ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ രക്ഷ ലഭിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മളെ പിതാവ് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിലൂടെ നമ്മൾ കാണുന്നത്. ഒന്നുകൂടെ വായിക്കാം, 29-ാം വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ നാം അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, ഇൻ ക്രൈസ്റ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോസ്തലിക ലേഖനങ്ങൾ റോമാ ലേഖനം മുതൽ എഫേസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 15 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം പല പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളൊരു പൊസിഷൻ. അതായത് ക്രിസ്തുവിൽ നമ്മൾ. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എന്താ പറയുന്നത്? എഫേസ് 1:3, സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ഇൻ ക്രൈസ്റ്റ് അവിടെ നമുക്ക് കാണാവുന്ന ഒരു വാക്യം. അടുത്ത വാക്യം 4, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. നിങ്ങൾ എഫേസ് ലേഖനം 1-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം കാണാം ഇൻ ക്രൈസ്റ്റ് പല പ്രാവശ്യം. ക്രിസ്തുവിൽ, അവനാൽ, അവനിൽ നമുക്ക് നമ്മുടെ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവിടെ എല്ലാം വീണ്ടും ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ രക്ഷയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രക്ഷ ക്രിസ്തു എന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ നമ്മൾ നേടുന്നതാണ് ശരിക്കും നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. വി ഗെയിൻ ക്രൈസ്റ്റ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചു നോക്കി. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചത് പൗലോസ് സ്വയം ക്വാളിഫൈഡ് ആണ്. കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. എബ്രായനും 8-ാം നാളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പറയാണ് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ, ബ്ലെയിംലെസ് as to the righteousness of the law. അതായത് ന്യായപ്രമാണത്തിലെ നീതി വെച്ച് നോക്കിയാൽ കുറ്റം പറയാനൊന്നും ഇല്ലാത്തവൻ, ആർക്കും ഒന്നും നിഷേധിക്കാൻ പറ്റത്തില്ല. അത്ര കഠിനാധ്വാനം ചെയ്ത് നീതിമാനായി മാറിയ ആളാണ് ആര്? പൗലോസ്. ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം, നമ്മൾ എത്ര സ്വയം നീതിമാനാകാൻ വേണ്ടി പരിശ്രമിച്ചാലും നമ്മൾ സ്നേഹമില്ലാത്തവരായി മാറുന്നതാണ് എന്റെ ഫലം. കാരണം ഞാൻ മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ അത്രയും ചെയ്തിട്ടില്ല, എനിക്ക് അവരോട് നിങ്ങൾ എന്താ ചെയ്യാത്തത് എന്നുള്ള ഒരു ചോദ്യം എന്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ പൗലോസ് അത്ര വലിയ നീതിമാനായിട്ട് ദൈവത്തിന് മുമ്പിലേക്ക് വരുമ്പോഴേക്കും പൗലോസിന് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛവും എന്നെപ്പോലല്ല അവര് എന്നൊരു ചിന്ത വരുന്നത്. കാരണം ഈ മതത്തിന്റെ ഒരു പ്രത്യേകത അത് നമ്മളെ തന്നെ നീതീകരിക്കും, മറ്റുള്ളവരുടെ എല്ലാ കുറ്റങ്ങളെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന രീതിയിൽ ആക്കുകയും ചെയ്യും. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കി? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ അനുസരിച്ചത് കൊണ്ടുള്ള എന്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ എല്ലാം അനുസരിച്ച ഒരാളാണ്, കർത്താവിന്റെ ന്യായപ്രമാണം മുഴുവൻ ഞാൻ അനുസരിച്ച് തീർത്ത ആളാണ്, പക്ഷെ അതെനിക്ക് വേണ്ട. നമ്മൾ 6 കഴിഞ്ഞിട്ട് 9 അല്ലേ വായിച്ചത്? അതിനിടയിൽ 2 വാക്യങ്ങൾ അവിടെ കിടപ്പുണ്ട്, 7-8.
അവിടെ പൗലോസ് എന്താ പറയുന്നത് അറിയാമോ? 7-8 ഇതൊക്കെ ലാഭമായിരുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചതും 8-ാം നാളിൽ പരിച്ഛേദന നേടുന്നതും എബ്രായ ഭാഷക്കാരനായിരുന്നതും നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു ന്യായപ്രമാണവാദി ആയിരുന്നതെല്ലാം പുകഴ്ചയ്ക്ക് കാരണമായിരുന്നു. കാരണം അവൻ പരീശനായിരുന്നു, ആളുകൾ ബഹുമാനിക്കുന്നവനായിരുന്നു, ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനായിരുന്നു, ഒത്തിരി പുകഴാനുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് പൗലോസ് ഒരു നീതിമാനായി മാറുകയും ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ പൗലോസ് പറയാണ്, അങ്ങനെ എനിക്ക് പുകഴ്ചയായിട്ട് ഒരിക്കൽ തോന്നിയതെല്ലാം ഇന്ന് എനിക്ക് ലാഭമായിരുന്നൊക്കെയും എനിക്കിന്ന് നഷ്ടം. ഛേദമെന്ന് പറഞ്ഞാൽ നഷ്ടം എന്ന് ഞാൻ എണ്ണുന്നു. അതായത് എബ്രായനായി ജനിച്ചതും ബെന്യാമിൻ ഗോത്രത്തിൽ പിറന്നതും ന്യായപ്രമാണത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചതും ശുഷ്കാന്തിയോടെ സഭയെ ഉപദ്രവിച്ചതും എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയത് നന്മയെന്ന് വിചാരിച്ചതെല്ലാം എനിക്ക് നഷ്ട കച്ചവടമായി എന്ന് ഞാൻ എണ്ണുന്നു. എന്തുകൊണ്ടാ? അടുത്ത വാക്യം. അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇത്രയും വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴും അതെല്ലാം എനിക്ക് നഷ്ടം തന്നെ ആയിരുന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ടാകുന്നു. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. എന്താണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറയുന്ന സാധനം? ഹൗ ഈസ് ഇറ്റ് സോ പ്രഷ്യസ്? എന്താണ് ഇതിന്റെ രക്ഷയുമായുള്ള ബന്ധം? യേശു ക്രിസ്തു, നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ പറയുന്നത്, നാം അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഇതെല്ലാം നമുക്ക് ലഭിച്ചത് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ കാരണമാണ്. എന്താണ് ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് ഈ ജ്ഞാനം അറിവൊക്കെ ബന്ധപ്പെട്ടായിട്ട് ബൈബിളിൽ കാണാം. ഒന്ന് വിവരമാണ്, ഇൻഫർമേഷൻ. നമുക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് വിവരം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്ന്. അടുത്ത തലമാണ് അറിവുണ്ടാവുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു വരുന്ന തലമാണ് പരിജ്ഞാനം. വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ പറയാം. എനിക്ക് 5 പൈസ എന്റെ കയ്യിലില്ലാതെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ ഇന്ന് പാസ്റ്റർ പറയണം, പാസ്റ്ററെ 5 നയാ പൈസ എന്റെ കയ്യിലില്ല. അപ്പൊ പാസ്റ്റർ പറയണം, പ്രാർത്ഥിക്ക്, ദൈവം തരും. ഓക്കെ, അപ്പൊ എനിക്കൊരു വിവരം കിട്ടി. എന്താ വിവരം? പ്രാർത്ഥിച്ചാൽ ദൈവം പൈസ തരും. അപ്പൊ ഞാൻ ആ വിവരമായിട്ട് വീട്ടിൽ പോയി ഞാൻ ഒന്ന് പ്രയോഗിച്ച് നോക്കാൻ തീരുമാനിച്ചു. കർത്താവേ, പാസ്റ്റർ പറഞ്ഞ ഒരു വിവരം, നീ പൈസ തരും. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് പൈസ വേണം. കർത്താവ് പൈസ തരുന്നു. അപ്പൊ എനിക്കത് എന്തായി മാറി? അറിവായി മാറി. അപ്പൊ ഞാൻ നാളെ വേറെ പറയുന്നത് എന്തായിരിക്കും? അറിയാമോ, പ്രാർത്ഥിച്ചാൽ കർത്താവ്, അപ്പൊ അത് അറിവായി. നേരത്തെ എന്തായിരുന്നു? അതൊരു വിവരമായിരുന്നു. നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി വിവരമുണ്ട്. തൃത്വം നമുക്കറിയാം, യേശു ത്രിയേക ദൈവം നമുക്ക് വിവരമുണ്ട്. പക്ഷെ എന്തില്ല? അറിവെന്ന് പറഞ്ഞ വേറെ സാധനം. ഈ ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ അത് അറിവായിട്ട് മാറുന്നത് എങ്ങനെ? അറിവായിട്ട് മാറുന്നത് പിതാവ് പുത്രനെ എങ്ങനെ സ്നേഹിച്ചോ അതേ സ്നേഹമാണ് പുത്രൻ എനിക്ക് തന്നിരിക്കുന്നത്. എന്റെ അടുത്തിരിക്കുന്ന ശത്രുവിനും ഞാൻ കൊടുക്കേണ്ടത് അതേ സ്നേഹം തന്നെയാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ത്രിയേക ദൈവത്തിൽ നിന്നാണ് ഈ സകല നന്മകൾ ഉൾക്കൊള്ളിക്കുന്നു. കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഗുണങ്ങളെല്ലാം വരുന്നതെന്നും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് എന്നെ രക്ഷിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. മനസ്സിലാകുന്ന പറയുന്നത്, പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹം എന്റെ ചുറ്റുമുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ സ്വഭാവം മനുഷ്യരിൽ കാണുമ്പോഴാണ് ദൈവം ശരിക്കും മഹത്വപ്പെടുന്നത്. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഷർട്ട് ഇവിടെ ഒരാൾ മേടിച്ചു തന്നാന്ന് വിചാരിച്ചത്, അല്ല എക്സാമ്പിളാണ്, മേടിച്ചതെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറയാണ് ഇന്നാല് തന്നതാണ് എന്ന് പറയുമ്പോൾ മഹത്വമാക്കാം. അയാളുടെ ധനം എന്നെ അർത്ഥം. അപ്പൊ മഹത്വം ആ ആൾക്കാണ്. അതുപോലെ ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിൽ കാണുമ്പോൾ മഹത്വമാക്കാം. ക്രിസ്തുവിന്റെ ധനം ഒരാൾ വിനിയോഗിക്കുന്ന കാണുമ്പോൾ മഹത്വമാക്കാം. ലോകത്തിന്റെ ധനം വിനിയോഗിക്കുന്ന കാണുമ്പോഴോ, ഓ അവന്റെ ആ കാറ് കണ്ടോ വിനിയോഗിക്കുന്നതിന്റെ മഹത്വമാക്കാം. ക്രിസ്തുവിനല്ല, ക്രിസ്തുവിന്റെ ധനം വിനിയോഗിക്കുമ്പോൾ ആർക്കാം മഹത്വം? ക്രിസ്തുവിന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കാണിച്ച സ്നേഹം എന്റെ ഉള്ളിൽ ഉരുവാകുന്ന കാണുമ്പോൾ അതിന്റെ മഹത്വം ദൈവത്തിനാണ്. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം അവന്റെ മക്കളിൽ അവന്റെ ഗുണങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഗ്രേസസ് എല്ലാം വെളിപ്പെട്ട് കാണണമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കർത്താവിന് 2 തരത്തിലുള്ള ഗുണവിശേഷങ്ങളുണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഗുണവിശേഷങ്ങളാണ്. അതായത് അവന്റെ നിത്യശക്തി, അവന്റെ ദിവ്യത്വം, എന്താ പറയുന്നത്, സർവ്വവ്യാപിത്വം, സർവശക്തി, നിത്യത എന്ന നേച്ചർ, അദൃശ്യനായ ദൈവം, ഇങ്ങനെ അനേകം ഗുണങ്ങൾ ദൈവത്തിനുണ്ട്. ഇതൊന്നും നമുക്ക് തരുന്നില്ല. പക്ഷെ നമുക്ക് തരുന്ന ചില ഗുണങ്ങളുണ്ട്. സ്പിരിച്വൽ നേച്ചർ,
ദൈവത്തിന്റെ ആത്മീക സ്വഭാവം നമുക്ക് തരുന്നുണ്ട്, സ്നേഹം നമുക്ക് തരുന്നുണ്ട്, കരുണ നമുക്ക് തരുന്നുണ്ട്. കർത്താവിന്റെ ഒത്തിരി മോറൽ ആട്രിബ്യൂട്ട്സ്, അവന്റെ എല്ലാ മോറൽ ഗുണങ്ങളും ക്രിസ്തുവിൽ എന്തെല്ലാം വിളങ്ങിയിരുന്നോ, എന്തെല്ലാം ഗുണങ്ങളാണോ കർത്താവ് ഉപയോഗിച്ചത്, അതെല്ലാം അവൻ നമുക്ക് വേണ്ടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നത്. ഇപ്പൊ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിച്ചില്ല. ഒത്തിരി ദൈവികമായ ഗുണങ്ങൾ, അതായത് ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിന്ന് വരുന്ന അനേക ഗുണങ്ങൾ കർത്താവിന് ഉണ്ടായിരുന്നു, പക്ഷെ ഉപയോഗിച്ചില്ല. അന്ത്യകാലത്ത് എപ്പോ സംഭവിക്കുന്ന വെച്ചപ്പോ കർത്താവ് പറഞ്ഞ പിതാവിന് മാത്രമേ വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. കർത്താവിന് ഒരേ സമയത്ത് പല സ്ഥലത്ത് കാണാമായിരുന്നു, ബിക്കോസ് ഹി വാസ് ഓംനി പ്രസന്റ്. പക്ഷെ ദൈവം ഒരു സ്ഥലത്തേക്ക് തന്നെ ചുരുക്കി. നമ്മളിവിടെ എല്ലാം കാണുന്ന ഒത്തിരി ദൈവിക ഗുണങ്ങളെ കർത്താവ് ഉപയോഗിച്ചില്ല. എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? അവൻ എനിക്ക് പകരക്കാരനായി നടന്നത് കൊണ്ട് എനിക്ക് എന്തെല്ലാം ഗുണങ്ങൾ ആത്മാവിൽ പകരാൻ പറ്റുമോ അത് മാത്രമാണ് കർത്താവ് ഈ ഭൂമിയിൽ ഉപയോഗിച്ചത്. ഇൻ ദാറ്റ് വേ ഹി ബിക്കേം മൈ എക്സാമ്പിൾ. അപ്പൊ എന്റെ ധനം എന്ന് പറയുന്നത് ആരുടെ ധനമാണ്? ആരുടെ ധനമാണ്? ക്രിസ്തുവിന്റെ ധനമാണ്. ഈ ക്രിസ്തുവിന്റെ ധനം എനിക്ക് തരുന്നതിന് വേണ്ടിയാണ് കർത്താവ് എന്നെ രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് എഫെസ്യർ ലേഖനം 1:4 പറയുന്നത്, അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഈ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, എനിക്ക് 4 പിള്ളേരുണ്ട്. അതിൽ 3 പേര് അഡോപ്റ്റഡ് പിള്ളേരാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. എന്റെ മാതാപിതാക്കളോട്, എന്റെ അപ്പനോട് ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടി പോകുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല, നല്ല ഫോട്ടോ എന്ത് ചെയ്യാൻ പറ്റും. എന്റെ അപ്പന്റെ പിതാവിന്റെ സ്വത്തുക്കളൊന്നും എനിക്ക് ആവശ്യമില്ല. കാരണം കർത്താവിന്റെ വേലയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പൂർവാശ്രമത്തിലുള്ള സമ്പത്തുകൾക്ക് പ്രസക്തിയില്ല. മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്വത്തുക്കൾ വേണ്ട, എന്റെ പേരിലൊന്നും വേണ്ട, അതുകൊണ്ട് എന്റെ ബ്രദറിനെ കൊടുത്തേക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ അപ്പൻ പറഞ്ഞു, നിനക്ക് വേണ്ടായിരിക്കും, പക്ഷെ നിനക്ക് ഒരു മകനുണ്ടല്ലോ. അതിനർത്ഥം എന്താ? എനിക്ക് സത്യം പറഞ്ഞ 4 പിള്ളേരുണ്ട്. പക്ഷെ എന്റെ അപ്പൻ ഈ സ്വത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഒരാളുടെ കാര്യം മാത്രം അപ്പൻ ഓർമ്മ വരുന്നുള്ളൂ. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മകൻ മാത്രമേ അപ്പനിൽ നിന്ന് വന്നിട്ടുള്ളൂ. അതായത് അപ്പന്റെ 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 ആർക്കെന്നാണ് നമ്മളെല്ലാം വന്നത്. എവിടെ വന്നത്? നമ്മളെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കഷ്ടപ്പെട്ട് വേർത്ത് അധ്വാനിച്ച് പറമ്പി പണിയുമ്പോൾ നമ്മൾ അവരുടെ ഉള്ളിലുണ്ട്. അതാണ് അബ്രഹാമിന്റെ കളിപ്രദേശത്ത് ലേവി വന്നെന്ന് പറയുന്ന പോലെ നമ്മളെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഉള്ളിൽ നിന്ന് വന്നതാ. അപ്പൊ കുറെ നാൾ കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് എന്റെ വല്യപ്പൂപ്പിന്റെ ആണ് ഒരു ദ്വീപ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? ഞാൻ ആരിലുണ്ടായിരുന്നു? അപ്പൊ ആദം പാപം ചെയ്യുമ്പോൾ നമ്മളെല്ലാം എവിടെ ഉണ്ടായിരുന്നു? ആദമിനുണ്ടായിരുന്നു. അപ്പൊ ആദമിനുണ്ടായിരുന്നുകൊണ്ട് ആദം ചെയ്ത എല്ലാ ഭക്ഷണത്തിന്റെയും ഒരു വിറ്റാമിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദമിന്റെ ആ സ്വഭാവം അതുപോലെ ആ മക്കൾക്ക് മൊത്തം വന്നിട്ട് നമ്മൾ ജനിക്കുമ്പോഴേ ആ സ്വഭാവമായിട്ടാണ് ജനിക്കുന്നത്. അപ്പൊ ആദമിന്റെ സ്വത്തിന്റെ ഒരു അവകാശം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന മുഴുവൻ നന്മ തിന്മകളുടെ വ്യവസ്ഥ വെച്ചിട്ടാണ്. ആ പഴം തിന്നല്ലേ ആദം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജീവിക്കുന്ന, ഇന്നും നമ്മൾ ജീവിക്കുന്ന നന്മ തിന്മകൾ നോക്കിയിട്ടാണ്. ഈ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയും, നല്ല പ്രസംഗമായിരുന്നു, ചില ഒരേ കോട്ടത്തിലായിരുന്നു. നന്മ തിന്മകൾ വെച്ചാൽ നമ്മളെല്ലാം നോക്കുന്നത്. നല്ല ഷർട്ട്, നല്ല പാസ്റ്റർ, നല്ല സഭ, നല്ല കൺവെൻഷൻ, നല്ല വർഷിപ്പ്, നല്ല വർഷിപ്പ് ആലോചിക്കണം. ഇതെല്ലാം നമ്മൾ നന്മ തിന്മ. ഈ ഡ്രസ്സ് കൊള്ളാമോ? കൊള്ളാം. ഇതിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെ ആലോചിക്കണേ ആത്മാവിൽ ആലോചിക്കാൻ പറ്റുള്ളൂ. അത് മിക്കാറുള്ള ഓഫാണ്. നമ്മൾ ജീവിക്കാൻ നമുക്ക് ആദം മാത്രം മതി. ഈ ലോകത്ത് ജീവിക്കാൻ നല്ല മിടുക്കനായ ഒരു ആദം മതി. ഈ ആദം കൊണ്ട് പൈസ ഉണ്ടാക്കാം, പൈസ നഷ്ടപ്പെടുത്തുകയും ചെയ്യാം. കേരളത്തിനൊരു ചൊല്ലുണ്ട്, 2-4 ദിനം കൊണ്ട് ഒരുത്തിനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം അങ്ങനെയാണ്. നരേന്ദ്രമോദിയെ കുറിച്ച് പരാമർശം വേണ്ടി പറയാം. പുള്ളി ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ ചായ വിട്ടുകൊണ്ടുവന്നൊരു പാവം പയ്യനായിരുന്നു. പുള്ളി ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത്? ദൈവമാണ് ആക്കിയത്. എന്താ പറയാൻ മടിക്കുന്നത്? ഈ 2-4 ദിനങ്ങൾ വെറുതെ തണ്ടിലേറ്റിയത് ദൈവമാണ്. അതേ സമയത്ത് ഇത്തിരി സാമ്പ്രദ പറഞ്ഞ പോലെ എന്താ വെള്ളത്തിനകത്ത് ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്ന കൊച്ചിനെ ആ ലെവലിൽ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ദൈവം തന്നെയാണ്. നാളെ ഈ സ്വത്തല്ല, കുറെ ആൾക്കാർ സ്വത്ത് കിട്ടിയതിനായ ദൈവത്തെ സ്തോത്രം ചെയ്യും. വേറെ കുറെ ആൾക്കാർ അപ്പുറത്തിരുന്നുകൊണ്ട് കർത്താവ് ഈ കഷ്ടതയിലൂടെ എന്നെ നടത്തിയതിനായിട്ട് സ്തോത്രം ഒന്നും പറയും. കാരണം ഈ ലോകത്തിന് അനുഗ്രഹം അങ്ങനെയാണ്. ദൈവം ആകെ കൊടുക്കുന്നത് ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. നമ്മളൊക്കെ അതിന്റെ ഒരു പീസ് കിട്ടാൻ വേണ്ടി ബഹളം വെക്കും. പക്ഷെ ആ പീസ് ഒന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒറ്റ കാര്യത്തിൽ മാത്രമേ വാഗ്ദത്തമുള്ളൂ, പുത്രന്റെ എല്ലാ സ്വത്തും നമുക്കുള്ളതാണ്. ബിക്കോസ് വി ആർ ഇൻ ക്രൈസ്റ്റ്.
എപ്പോഴായിരുന്നു ഇവർ ഇൻ ക്രൈസ്റ്റിലുള്ള പൊസിഷൻ വന്നതെന്നറിയാമോ? പൊസിഷൻ വന്നത് ആദമിൽ നമ്മൾ ആകുന്നതിന് മുമ്പായിരുന്നു. എഫെസ്യ ലേഖനം 1:4 പറയുന്ന ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവൻ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. We were elected in Christ before the foundations of the earth was laid. അപ്പൊ അതിന് അർത്ഥം എന്താ വെച്ചാൽ സമയം ഉണ്ടാകുന്നതിന് മുമ്പ്, ആദിയിൽ എന്ന് ദൈവം പറയുന്നതിന് മുൻപ് തന്നെ അവന് നമ്മളെ അറിയാമായിരുന്നു. ഞാനൊരു എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ പറയാം. ഇപ്പൊ നിങ്ങൾ എന്നെ നേരെ നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാമല്ലോ. ഓക്കെ, ഇത് ഒരു ടൈം, ദൈവം സൃഷ്ടിച്ച സമയം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. ഓക്കെ, ആകാശം ഭൂമി ഉണ്ടാകുന്നു, ആദം ഉണ്ടാകുന്നു, പഴയ നിയമ വിശുദ്ധന്മാര്, യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ലോകം അവസാനിക്കാൻ പോകും. ഇത്രയും ടൈമേ ഉള്ളൂ ആകെ. ഓക്കെ, ഈ ടൈമിനെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഈ സമയത്തെ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ വരയാന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ യഥാർത്ഥ സമയം ദൈവം സൃഷ്ടിച്ചതായതുകൊണ്ട് ദൈവം നോക്കുമ്പോൾ തന്നെ തുടക്കവും അവസാനം ഒരുപോലെ കാണാൻ പറ്റും ദൈവത്തിന്, ഇല്ലേ? അപ്പൊ ആദം പാപം ചെയ്യുമ്പോൾ തന്നെ കർത്താവ് ക്രൂശിൽ മരിക്കുന്നതും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും എല്ലാം ദൈവത്തിന് കാണാൻ പറ്റില്ലേ? ഇല്ലേ? കാണാൻ പറ്റത്തില്ലേ? അപ്പോൾ ദൈവം ഇതെല്ലാം കാണുന്നു. അപ്പൊ ദൈവം നോക്കുമ്പോൾ അവന്റെ ജനം, ആദം, ശേത്ത്, ഹാബേൽ, ഇങ്ങനെ മുമ്പോട്ട് പോയി പഴയ നിയമ വിശുദ്ധന്മാര് മുഴുവൻ, പ്രവാചകന്മാര്, അപ്പോസ്തലന്മാര്, പിന്നെ ഞാൻ. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഇത്രയും പേരെ കർത്താവ് മുൻകൂട്ടി കണ്ടു, എടുത്തു, എന്ത് ചെയ്തു? ക്രിസ്തുവിലാക്കി. ക്രിസ്തുവിലാക്കിയിട്ട് ഞാൻ ഇതിങ്ങനെ കാണിക്കാൻ എന്റെ മൈക്കിൽ എല്ലാം കൂടെ ഇതാ ഈ ഒരു പേപ്പർ, ഇതാണ് തെരഞ്ഞെടുത്ത സാധനം വിചാരിച്ചത് നമ്മളെല്ലാം. ക്രിസ്തുവിലാക്കി. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ആകാശവും ഭൂമി ഉണ്ടാകട്ടെ. അപ്പൊ ആകാശവും ഭൂമിയും സമയം ഉണ്ടാകുന്നതിന് മുമ്പ് കർത്താവിന് അവന്റെ ജനത്തെ എന്ത് ചെയ്തു? അപ്പൊ നമുക്ക് അന്ന് തൊട്ടേ അറിയാം, ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മുഴുവൻ ഒരു കാര്യം അറിയാം, ഞങ്ങളുടെ അവകാശം ഇരിക്കുന്നത് ഈ ആദമിന്റെ സന്തതിയെ ജനിച്ചുകൊണ്ടുള്ള അവകാശമല്ല, അതിനുമ്പ് ക്രിസ്തുവിൽ. ഈ ക്രിസ്തുവിൽ എന്നുള്ള അവകാശം ആർക്കും അഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു അവകാശമാണ്. അത് അതിന്റെ വാഗ്ദത്തമാണ് ഈ വേദവസ്തു മുഴുവൻ പറയുന്നത്. അപ്പൊ ചില ആൾക്കാർ പറയും പഴയ നിയമത്തിൽ മുഴുവൻ സമ്പത്താണ്, പുതിയ നിയമത്തിലാണെങ്കിൽ ദാരിദ്ര്യ കഷ്ടപ്പാട്. അതുകൊണ്ട് നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിച്ചാലേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ജനങ്ങൾക്ക് വേണ്ടത് സമ്പത്താണ്. പഴയ നിയമത്തിലാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചെങ്കിൽ പഴയ നിയമത്തില് അഭിഷേകം വീണ ഒരാൾക്ക് പോലും 5 പൈസ കിട്ടില്ല. എക്സാമ്പിൾ, എബ്രഹാം ഭയങ്കര ധനവാനായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ പുതിയ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ടെന്റ് അടിച്ച് താമസിക്കുമായിരുന്നു, വീട് പോലും വെച്ചിട്ടില്ലായിരുന്നു. ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള നഗരം നോക്കിക്കൊണ്ടിരുന്നു. ഉൽപ്പത്തി ദിവസം അവസാനിക്കുന്ന യോസേഫിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. യോസേഫ് വലിയ രാജാവൊക്കെ ആയെങ്കിലും അവന്റെ ഉള്ളിൽ ഞരക്കോടായിരുന്നു. അസ്ഥിയെങ്കിലും പോയി ആ പഴയ കർത്താവിന്റെ വാക്കുപ്രദേശത്തല്ലേ ഇവിടെ ഈ മരുഭൂമി കിടന്ന് ഞാൻ തീരരുത്. അതായത് എന്താ, ഫറവോന്റെ ഈ സ്ഥലത്തല്ല എന്റെ അന്ത്യം, ആ ഉയർച്ച അല്ല, അതിനപ്പുറത്ത് വാഗ്ദത്ത ഭൂമിയിൽ വേണം എന്റെ അസ്ഥികൾ കൊണ്ട് ഇറക്കാന്ന് പറഞ്ഞ് ആ ശവക്കോട്ട വെച്ച് ഇത് എന്താ ശവപ്പെട്ടിക്കകത്ത് അവനെ ഇറക്കി വെച്ചിട്ട് സുന്ദരവിലേക്ക് എന്തിനറിയോ, മരിച്ചിട്ടായാലും ശരി കർത്താവിന്റെ വാഗ്ദത്തിനകത്ത് പോകുന്നത് ഒന്നും ഇല്ലാതെ പോകുന്നത്, അവർക്ക് പോക്കില്ല. മോശ മരിച്ചപ്പോ ഒരു ശവകുടീരം പോലും ഒരു പൂ വെക്കാൻ പോലും അത് എവിടെ മരിച്ചു കിടക്കുന്ന അറിയാൻ മേലാതെ. ഇനി അതൊക്കെ പോട്ടെ, പ്രവാചകന്മാര് യെശയ്യാവ്, യിരെമ്യാവ് എല്ലാത്തിനും വെട്ടിക്കൊല്ലു കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. ഒരെണ്ണം സമാധാനമായിട്ട് കിടന്നു പറഞ്ഞിട്ടില്ല. അഭിഷേകം കിട്ടിയ ഒരൊറ്റയാണ്. നിങ്ങൾ ആലോചിച്ചെങ്കിൽ അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത് അറിയോ? എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഈ എബ്രഹാമിന്റെ ഒക്കെ കഥ പറഞ്ഞു. എബ്രഹാമിന്റെ കഥ എല്ലാവരുടെ കഥ പറഞ്ഞത് അവസാനം പറയാണ്. എന്നാൽ ഇവരല്ലാതെ വേറെ ചിലർ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിങ്ങനെയാണ്, 35-ാം വാക്യം, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കാൻ തിരിച്ചിട്ട് വിശ്വാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്ത വാക്യം, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം സി ടി സ്റ്റർ എന്ന് പറഞ്ഞൊരു മിഷണറുടെ കഥ ഞാൻ പറഞ്ഞായിരുന്നു. അദ്ദേഹം കല്യാണം കഴിക്കാൻ പോയപ്പോൾ ഭാര്യയോട് പറഞ്ഞ കഥയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് ഭാര്യ എടുത്ത് എന്നിട്ട് പറഞ്ഞു, വലിയ മുതലാളിയായിരുന്നു പുള്ളി, ഭയങ്കര റിച്ചായിട്ടുള്ള ആളായിരുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ എന്ന് പറഞ്ഞു, നീ വലിയ മുതലാളിയും പണക്കാരനും പ്രഭുവുമായ
CT സ്റ്റഡിനെ കല്യാണം കഴിക്കുമെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ ഹഡ്സൺ ടൈലറുടെ മിഷൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഒരു ചെറിയ കുടിലും 3000 പൗണ്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞപ്പം ഈ പെൺകുട്ടി ചോദിച്ചു, അതെന്തിനൊക്കെ നിങ്ങളൊരു കള്ളനാണ് നിങ്ങളുടെ. അപ്പൊ പുള്ളി പറഞ്ഞു ദൈവം പറഞ്ഞതാണ് ഞാൻ ചെയ്തു പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു നിങ്ങളൊരു കള്ളനാണ്, ഞാൻ നിങ്ങളോട് താമസിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഏഴ് വെച്ചാൽ അതിന് അങ്ങനെ പറഞ്ഞു, ദൈവം പറഞ്ഞെങ്കിൽ പിന്നെ 3000 പൗണ്ടോ കുഞ്ഞു വീടോ ആർക്കും വെച്ചിരിക്കുന്നതാണ് ഈ കുട്ടി ചോദിച്ചു. അപ്പോൾ അവൻ അത് കൊടുത്ത് വിട്ടിട്ട് സുശേഷയ്ക്ക് പോയി, ചൈനയിൽ പോയി, പിന്നെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിലൊക്കെ മിഷണറി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം തിരിച്ചില്ല ഇംഗ്ലണ്ടിൽ ചെന്നു. ഭാര്യയ്ക്ക് സുഖമില്ലാതായി കിടപ്പായി കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ആഫ്രിക്കയിലോട്ട് പോകാൻ വിളിക്കില്ല. മഹാമുതലാളിയായിരുന്ന ആളാണ്. ഈ ആഫ്രിക്കയിൽ പോകാൻ വേണ്ടിക്കില്ല. എന്നിട്ട് ഇംഗ്ലണ്ടിലെ പല സ്ഥലത്തും പല ചർച്ചകളിലും പോയി കാശ് വെച്ചു, എനിക്ക് ആഫ്രിക്കയിൽ പോകാൻ വേണ്ടി പൈസ. കാരണം ദൈവത്തിന്റെ വിളിയെ അവരോട് വയസ്സനാക്കാത്ത അപ്പച്ചന് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാണ് ഈ അപ്പച്ചന് പണിയൊന്നുമില്ല, ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു. അവസാനം പുള്ളി 2 കൽപ്പിച്ച് പോയി. ദൈവം വീട്ടിലാ പോകാതിരിക്കുമല്ലോ. അവിടെ 19 വർഷത്തോളം പുള്ളി ശുശ്രൂഷ ചെയ്തെന്നാണ് എൻ്റെ കൃത്യമായ ഓർമ്മയില്ല. മരിക്കാൻ നേരത്തെ പുള്ളി ഒരു ചെറിയൊരു കുടി ഉണ്ടാക്കിയത്. ആ കുടിലിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ കുടിലിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കാലത്ത് ഇന്ത്യയിലൊക്കെ ചില കോളനികളിലൊക്കെ ചില കുടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അതിനു മുമ്പിൽ ഒന്നുമല്ല. ഒരു വെറും 4 കോലിനകത്ത് ഒരു ഓല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ബക്കിംഗ്ഹാം പാലസ് എന്ന് പേരെഴുതിയിരിക്കുന്നത്. അപ്പം ഒരാൾ ചെയ്ത് ഇങ്ങനെ പേരെഴുതിയിരിക്കുന്നത് രാജാവ് ഉള്ളിടത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജകൊട്ടാരം. എന്റെ രാജാവ് ഇവിടെയാണ്. സന്തോഷിക്കുന്നത് അതിനകത്താണ്, അല്ലാതെ ഈ അതിന്റെ തൂണത്ര മനോഹരമാണെന്നുള്ളതിലല്ല സംബന്ധിച്ചു. അപ്പം ഇനി ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിൽ പറഞ്ഞൊരു എക്സാമ്പിളാണ്. ഈ ഹോളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ അല്ലേ? 2 ഒരു വഴിയോടെ ഇറങ്ങിയാൽ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയും ചിക്കനും, മറു സൈഡിൽ ഇറങ്ങിയാൽ കഞ്ഞിയും പയറും ഇറങ്ങി നിങ്ങൾ ഏതുവഴി പോകും? ഏതുവഴി പോകും? കുറെ ആൾക്കാര് ബിരിയാണിയുടെ വഴി പോയിട്ട് ബിരിയാണി വന്നതിനായിട്ട് സോപ്പം എന്ന് പറയുമ്പോൾ ഈ വഴിയെ ആയിരിക്കും ചിലപ്പം ഇവിടുത്തെ രാജാവ് വന്നിട്ട് പറയാം കഞ്ഞി കുടിച്ചാൽ മതി, ഞാൻ കഞ്ഞി കുടിച്ചേക്കാം, മലയാളികളോട് കഞ്ഞി കുടിക്കാൻ പോകുന്നത് ഈ വഴി ഇറങ്ങിയാൽ ഒരു 5-6 പേരെങ്കിലും രാജാവിനോട് ഇറങ്ങി കഞ്ഞി കുടിക്കാൻ. അവർ സോപ്പം ചെയ്യുന്നത് തോന്നലായിരിക്കും രാജാവിനോട് കഞ്ഞി കുടിക്കുന്നത്. അപ്പം ഒറ്റയ്ക്ക് നമുക്ക് ബിരിയാണി കഴിച്ചാലാണ് രാജാവിനോട് കഞ്ഞി കുടിക്കണം വിളിക്കാൻ. അപ്പൊ ആരാ വിളിക്കാൻ? അപ്പൊ സംഭവം വരുന്നത് ബിരിയാണിയുമല്ല കഞ്ഞിയുമല്ല, കൂടെ വരുന്ന ആളാണ്. വാർദ്ധക്യം പറയുന്നത് നമ്മൾ ഈ വാർദ്ധക്യം പറഞ്ഞ് ഓർക്കേണ്ട കാര്യം, പുതിയ നിയമത്തിൽ ഒരിടത്തും ഈ ലോകസംബന്ധമായ യാതൊരു വാഗ്ദത്തങ്ങളും ഇല്ല എന്നുള്ളതാണ്. അത് പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. പഴയ നിയമത്തിൽ ശരിക്കും കർത്താവിന്റെ വൃതന്മാർ കണ്ട വാഗ്ദത്തം ആ മരുഭൂമി നശിച്ചു പോകുന്ന വാഗ്ദത്തങ്ങളല്ല. അതിനർത്ഥം നമ്മളെല്ലാം പട്ടിണി കിടക്കുന്നല്ല. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ദൈവം എങ്ങനെയാണ് അനുഗ്രഹിച്ചുകൊണ്ട് ഡിസിപ്ലിൻ ചെയ്യുന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ മിഷണറി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ 2007 നടന്ന കാര്യമാണ്. 2008 ആണെങ്കിൽ അത്ര ഓർമ്മയില്ല. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടില് രാവിലെ എന്റെ ഭാര്യ വന്നിട്ട് പറയാണ്, അന്ന് ഞങ്ങൾ 12 പേരാ ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്നത്. എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ വെക്കും, എല്ലാം തീർന്നു, അരി തീർന്നു. പിന്നെ എന്തൊക്കെ തീർന്നു? അരി തീർന്നു, പേസ്റ്റ് തീർന്നു, സോപ്പ് തീർന്നു, മുളക് തീർന്നു, ഉപ്പ് തീർന്നു. അവർക്ക് പൈസ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ചില്ലറ പൈസ വരെ പറക്കിയിട്ടിട്ടും പലചരക്കടയിലെ പറ്റ് തീർന്നിട്ടില്ല. റെന്റ് നാളെ അടയ്ക്കണം, 2800 രൂപയാണ് റെന്റ്. അപ്പൊ ഞാൻ ഉച്ച വരെയുള്ള റൈസ് ഉണ്ടല്ലോ, അതങ്ങനെ നമുക്ക് നോക്കാം. ഉച്ച കഴിഞ്ഞ് 4 മണി 5 മണിയായി, എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. അപ്പൊ ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവേ ഒന്നും സമ്പാദിക്കുന്നില്ല, അനുദിനം ജീവിക്കാനുള്ള കാരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, 1.25 വയസ്സ് തൊട്ട് മുകളിലോട്ടാണ് പിള്ളേരുടെ പ്രായം. ഇവരെല്ലാം കാര്യത്തിൽ എന്ത് ചെയ്യും? അതൊരു പിറുപിറുക്കിന്റെ ശരിയാണ്. നമ്മൾ പിറുപിറുക്കൽ എന്ന് പറയുന്നത് ലൂസിങ് ദ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഫോർ എ മൊമെന്റ്. ആ ഒരു നിമിഷം എനിക്ക് കർത്താവ് നടത്തുന്നുള്ള ഫെയ്ത്ത് എന്റെ ഉള്ളിൽ പോയി കാണുന്നില്ല. ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു ഭൗതിക വിഷയം കർത്താവിനോട് വെച്ചത് ഒരു 8 മണിയായപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്നു, ഒരു കാർ. ആ കാറിന്റെ ഡിക്കി തുറന്നു ഒരാൾ 25 കിലോ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് വലിയ കാര്യമല്ല, കാരണം സുവിശേഷകരാണല്ലോ, ഒരു ആ കാര്യം വെച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്റെ പുറകെ വന്ന സാധനം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു പാക്കറ്റ് ഉപ്പ്, ഒരു ചെറിയ ടൂത്ത് പേസ്റ്റ്, ഒരു സോപ്പ്, ഒരെണ്ണം, ഒരു പാക്കറ്റ് വറ്റൽ മുളക്. പൊടിച്ചു തന്നില്ല, നീ പൊടിച്ചു തിന്നോളാം. അപ്പൊ ഞാൻ നെഞ്ചത്ത് കൈവച്ചു. കാരണം എന്തെല്ലാമാണോ ഇല്ലാന്ന് പറഞ്ഞത് അത് മാത്രം സിംബോളിക്. ഒരു 3000 രൂപ
2850 രൂപയാണ് എൻ്റെ. ഞാൻ ആലോചിച്ചു, എൻ്റെ കർത്താവേ ഇത് കഠിനമായി പോയി. കർത്താവ് പറഞ്ഞു, നിന്റെ പാത്രത്തിൽ എന്തെല്ലാം എവിടെയെല്ലാം ഉണ്ടെന്ന് അറിയാവുന്ന ഒരു അപ്പന്റെ പിന്നാലെയാണ് അത് നോക്കി നിലവിളിച്ച് എനിക്ക് പച്ചമുളക് തന്നതിനായിട്ട് സ്വന്തം പറയേണ്ട കാര്യമൊന്നുമില്ല. That goes with this life. നമുക്ക് വേണ്ടതെല്ലാം ദൈവം കരുതുന്നില്ല. അപ്പൊ നമുക്ക് വേണ്ടായിരിക്കും. വേണ്ടാത്ത എന്തിനാ തരുന്നത്? നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനും ഒരു സോവറൻ ലോർഡിന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ അപ്പന്റെ പിന്നാലെ പോവാന്ന് പറഞ്ഞാൽ അതാണ് ഈ കാറ്റെന്ന് പറയുന്നത്. നാളെ ഉണ്ടാവും ഇല്ലെന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. The Lord will lead you through. ഈ ഉപജീവന ചിന്തകളിലേക്ക് നിങ്ങൾ കുരുന്നായിരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളില്ല ഞാനത് പറഞ്ഞത്. ശരിക്കും നമ്മൾ പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ കാരണത്താലാണ് ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുക്കുകയും എനിക്ക് യാതൊരു യോഗ്യതകളും ഇല്ലാത്തൊരു സ്ഥാനത്ത് എന്നെ ആക്കി വെക്കുകയും ആ ക്രിസ്തുവിൽ എന്നെ ആക്കിയതുകൊണ്ട് എന്താ പ്രത്യേകത? ഈ ബൈബിളിനകത്ത് ആ കുറിപ്പ് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ എല്ലാവരും അല്ലേ? കുറിപ്പ് ബാക്കിയുള്ളവരൊക്കെ കണ്ടെന്ന് അറിയാൻ അതിനകത്ത് ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബൈബിളുമായിട്ട് ഞാൻ എവിടെ പോയാലും ആ കുറിപ്പ് എൻ്റെ കൂടെ പോയി. ശരിയല്ലേ? ഈ ബൈബിളായിട്ട് ഞാൻ എവിടെ പോയാലും, ഞാൻ ഇവിടുന്ന് കേരളത്തിൽ ചെന്നാൽ ഈ ബൈബിളായിട്ട് ഞാൻ പോകില്ല, പോയാലും എൻ്റെ കൂടെ കുറിപ്പടി വന്നു. അതുപോലെ കർത്താവിൽ ഞാനുണ്ടെങ്കിൽ കർത്താവ് എവിടെ പോയാലും ഞാൻ ആ കൂടെ കാണും. അപ്പൊ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോ ഞാൻ എവിടെയായിരുന്നു? കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചപ്പോ ഞാൻ എവിടെ? ഞാൻ ജനിച്ചിട്ടില്ല. പക്ഷെ കർത്താവ് മരിച്ചപ്പം ഈ തെരഞ്ഞെടുപ്പ് കാരണം ഞാൻ അവനിലുണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 5:14 വായിച്ച്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന്. അല്ലെ? എല്ലാവരും മരിച്ചു. അപ്പൊ ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും മരിച്ചു. ഓക്കെ, അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കോളേജിൽ പോയി ഫീസ് അടയ്ക്കുമ്പം ആ മക്കളുടെ ഫീസിന് നേരെ ഡ്യൂസ് ക്ലിയർഡ്, പെയ്ഡ് എന്ന് എഴുതുന്നത് പോലെ യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ എന്റെ പേരിന് നേരെ ഡ്യൂസ് ക്ലിയർഡ്, പെയ്ഡ്, ഡൈഡ് എന്നൊരു രസീത് എനിക്ക് കർത്താവ് തരും. കാരണം ഇൻ ഹിം ഐ ഡൈഡ് ഓൺ ദ ക്രോസ്. അപ്പൊ നാളെ സുവിശേഷ വിരോധി വന്നിട്ട് പറയാണ്, നീ ഈ വഴിക്ക് വന്നാൽ നിന്നെ ഞാൻ കൊല്ലും. അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി മരിച്ചു എന്നുള്ള രസീത്. ഈ രസീതാണ് എന്റെ ഫെയ്ത്ത്. ഐ ഡൈഡ്, ഞാൻ മരിച്ചു. ഈ മരണത്തെയാണ് നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ അതാണ് കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞ തന്നെത്താൻ ത്യജിച്ച്. ഈ തന്നെത്താൻ ത്യജിച്ചതിന്റെ ക്രൂശ് എടുത്തോണ്ട് എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ശരി, ഈ പ്രസംഗം ഇതുപോ ഒരു പ്രസംഗം കേട്ട് ഇന്നാണ് എനിക്ക് മനസ്സിലായത് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കസേരയിലിരുന്നും ഈ നിലത്തിരുന്ന് നിങ്ങൾക്ക് മരിക്കാൻ പറ്റില്ല. ഈ നിലത്ത് ചാരിക്കിടന്ന് മരിക്കാന്ന് പറഞ്ഞ പരിപാടി ബൈബിളിലില്ല. ക്രൂശിൽ മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ക്രൂശുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് കർത്താവ് വെച്ചിട്ടുണ്ട്. ആ ക്രൂശിന് മുമ്പിൽ വേണം മരിക്കാൻ, അതിൽ മരിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സിസ്റ്റർ ഡോക്ടറാണ് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു വലിയ പ്രോബ്ലം ഉണ്ട്. എന്താ? ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡർ ആയിട്ട് ഞാൻ ഭയങ്കര വഴക്കിലാണ്. ഞാൻ എന്താ കാര്യം? 2 ആഴ്ച മുമ്പ് ഈ അറ്റൻഡർ വന്ന് ഈ ഡോക്ടറോട് പറഞ്ഞു കുറച്ച് കാശ് വേണം തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ ബാഗ് പറഞ്ഞിപ്പം കുറച്ച് പൈസ ഉണ്ട്, അത് എടുത്തു. 2500 രൂപ പുള്ളി പോയി. പിറ്റേ ദിവസം ഹോസ്പിറ്റൽ വന്നപ്പോൾ ഭയങ്കര തിരക്ക് ഹോസ്പിറ്റൽ. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു, ഒന്ന് പോയി എനിക്ക് ആ 2 മരുന്ന് ആ ഫാർമസിയിൽ നിന്ന് എടുത്തോണ്ട് തരാമെന്ന് ഞാൻ അറ്റൻഡറോട് ചോദിച്ചു. കാരണം ഇവർക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ അറ്റൻഡർ ഡോക്ടറുടെ ചൂടായി. എല്ലാ പണിയും എന്നോട് പറഞ്ഞോളൂ, എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കുന്നില്ല, അങ്ങനെ എങ്ങനെയാണെന്ന് ഭയങ്കര ആൾക്കാരുടെ മുമ്പിൽ, അത്രയും ആൾക്കാരിക്കുന്നതിന് മുമ്പിൽ ഭയങ്കര അബ്യൂസ് ചെയ്ത് സംസാരിച്ചു. ഇവർക്ക് ഭയങ്കര സങ്കടമായി. ഇപ്പൊ പുള്ളിക്കാർ പറഞ്ഞു, ഇത്ര തിരക്കായതുകൊണ്ടല്ലേ പ്ലീസ്, പുള്ളിക്കാർ അങ്ങനെ സംസാരിക്കുള്ളൂ. ഇയാൾ പിന്നെ തർക്കത്തിലും പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരുടെ ഉള്ളിൽ ഭയങ്കര വേദനയാണ്. എന്നോട് പറഞ്ഞു 2 ആഴ്ചയാക്കാൻ കോളേജിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ എല്ലാവരും പറയും. പക്ഷെ ഇയാളെ കാണുമ്പോൾ ഞാൻ തിരിഞ്ഞു നടക്കുന്നു. പുള്ളിക്കാരി ചോദിച്ചു, ഞാൻ ഇന്ന് രക്ഷപ്പെടും, എന്ന് നന്നാവും, എന്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല, എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു, നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അയാളെ നോക്കി ചിരിക്കരുത്. അങ്ങനെ പറഞ്ഞു, ചിരിച്ചാൽ ആ ചിരി ഒരു ഭംഗിയുള്ള ചിരിയായിരിക്കില്ല. കാരണം 2500 രൂപ കൊടുത്തു, ചീത്തയും കേട്ടു, എന്നിട്ട് ചിരിച്ച ഞാൻ എന്നൊരു ഗമ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരപ്പെടാനും പറ്റില്ല. ഇപ്പോൾ ഉള്ള ഹൃദയനോക്കം പോലും ഉണ്ടാവില്ല. നാളെ
ഈ പാപബോധം പോലും ഇല്ലാത്ത ഒരു നീതിമതിയായ ഒരാളായിട്ടായിരിക്കും നിങ്ങൾ ദൈവത്തിന് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അഭിനയിക്കരുത്, ചിരിക്കരുത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്താലും ജയിക്കുന്നില്ലോ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ ആളെ കാണാൻ മനസ്സിലായിക്കൊള്ളുക, ഇതാണ് എന്റെ ക്രൂശ്, ഞാൻ വഹിച്ചു, ഇന്ന് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. നേരെ പുള്ളിയെ രാവിലെ പോയി കാണുന്നു, പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു. ഈ ഓർമ്മ വരാനാണ് പാട്. ഓർമ്മ വന്നു, ഇതാ എന്റെ ക്രൂശ്, ഞാൻ വഹിച്ചു, ഇന്ന് ഞാനില്ല. ക്രൂശ് മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ ക്രൂശ് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, അമ്മൂമ്മയായിരിക്കാം, അമ്മായിമ്മയായിരിക്കാം, ആരെങ്കിലും ആകാം. പക്ഷെ ആ ക്രൂശിൽ ഓരോ ദിവസം ഓരോരുത്തരായിരിക്കും. ആ ക്രൂശിൽ അവിടെ മരിക്കണം. അവിടെ ഞാൻ നിശബ്ദനാകുമ്പോഴാണ് കർത്താവിന്റെ ജീവൻ എന്താണെന്ന് മനസ്സിലാകുന്നത്. നേരെ കണ്ണിലോട്ട് നോക്കി രണ്ടുപേരും ചിരിച്ചു. സമാധാനമായി സുവിശേഷം പറഞ്ഞു. 3/4 മണിക്കൂർ സുവിശേഷം പറഞ്ഞു. സന്തോഷമായിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കര വിക്ടറി ആയിരുന്നു. ആരാ ജയിച്ചത്? കർത്താവാ ജയിച്ചത്. കാരണം ജഡം തോറ്റു പോയത് ഞാനല്ല, ക്രിസ്തു അത്രയെന്നുള്ളൊരു ഫെയ്ത്ത് ആണ്. ആ ക്രിസ്തു എന്ന പകരക്കാരനാണ്, എനിക്ക് പകരം ജീവിക്കുന്ന ക്രിസ്തുവിന്റെ നീതിയാണ് അവിടെ അക്കൗണ്ട് ആകുന്നത്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്തുവിൽ നിന്നുള്ളതിന്റെ വ്യത്യാസം എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ പ്രസംഗത്തിന് എത്ര മാർക്ക് കിട്ടുമായിരിക്കും? സ്വർഗത്തിൽ നിന്ന് കർത്താവ് കാൽക്കുലേറ്റ് എത്ര മാർക്ക് കിട്ടുമായിരിക്കും? നിങ്ങൾ പറയാൻ സാമാന്യം കറക്റ്റില്ലാത്ത മാർക്ക് കിട്ടുമായിരിക്കും നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ കർത്താവ് എനിക്ക് 0 മാർക്കിൽ കൂടുതൽ ഒന്നും തരാൻ പോകുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം എനിക്ക് നിങ്ങളോടില്ല. സ്നേഹമില്ലാത്ത എല്ലാ പ്രവൃത്തിയും പാപമാണ്. അപ്പൊ ഞാൻ ഇത്രയും പ്രസംഗിച്ചാലും കർത്താവിന് മുമ്പിൽ ഞാൻ വെറും 0 ആയിട്ട് എപ്പോഴും ഇരിക്കുന്നത്. കാരണം എനിക്ക് യേശു എന്നെ സ്നേഹിച്ച സ്നേഹം നിങ്ങളെ തരാൻ വേണ്ടിയില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാവരും മറന്നു പോകും. 1-2 പേരെയൊക്കെ ഓർക്കുമായിരിക്കും, 2-3 പേരെയൊക്കെ ഓർക്കും. ഈ പാസ്റ്റർമാർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളുണ്ടെന്നാണ് ഓർമ്മശക്തി. 10 വർഷം കഴിഞ്ഞ് കണ്ടാൽ അച്ഛനായ അന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ടതല്ലേ ചോദിക്കുന്നത്. ആ ഒരു ഓർമ്മശക്തി ഉണ്ടല്ലേ പാസ്റ്റർമാർ സക്സസ്ഫുൾ ആവുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറഞ്ഞ് വിശ്വസിക്കാൻ നടക്കില്ല. കോവിഡിന് തൊട്ട് മുമ്പ് നടന്ന കാര്യമാണ്. 2019 ഡിസംബറിൽ ഞാനൊരു ക്യാമ്പിന് പോയിട്ട് അവിടെ ക്യാമ്പെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു അങ്കിൾ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, പാസ്റ്റർ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു എവിടെ കണ്ടതുപോലെ ഉണ്ട്. പുള്ളി പറഞ്ഞു 6 മാസം മുമ്പ് ഞങ്ങളുടെ ചർച്ച് പാസ്റ്റർ വന്നായിരുന്നു. ആ വന്നായിരുന്നു. അന്ന് 3 ദിവസം ഞങ്ങളുടെ വീട്ടിലെ താമസിച്ചത്. അത്ര ഓർമ്മശക്തിയാണ് എൻ്റെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് ഇവിടെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വഴിയിലെങ്ങാനും വെച്ച് എന്നെ കണ്ടു കഴിഞ്ഞു സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ ആളതാ പോകുന്നത് എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറയും. പക്ഷെ എന്റെ ഗതികേട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഓർമ്മയില്ലെന്ന് പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ഓർമ്മ ഉള്ളതും കൂടെ പോകും. ഞാൻ പറഞ്ഞു പോട്ടെ. പക്ഷെ ആൾക്കാർ അറിഞ്ഞിരിക്കണമല്ലോ ഇതിന്റെ അവസ്ഥ എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹമാണ് ഭയങ്കര നിങ്ങൾ വിശ്വസിക്കുക? ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എനിക്ക് സ്നേഹിക്കാൻ പോയിട്ട് ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. പിന്നെ കർത്താവ് എനിക്ക് എത്ര മാർക്ക് തരും? ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയും, കർത്താവെ ഞാനല്ല നീയാണ് അവരോട് സംസാരിക്കുന്നത്. ഞാൻ എന്ത് പറയണം എന്നുള്ളതല്ല, നീ എന്ത് പറയണം എന്നുള്ളത് പ്രകാശിക്കണം. ഞാൻ ആ അറിവ് എന്നുള്ള വിഷയം വന്നില്ലേ, അതിൻ്റെ കൂടെ പരിജ്ഞാനം എന്നുള്ള വിഷയം വരുന്നത് ധനത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. അപ്പൊ പൈസ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ചെന്ന് പാസ്റ്റർ ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി, ദൈവം പൈസ തരും. അപ്പൊ എനിക്കൊരു വിവരം വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് പൈസ കിട്ടി. ഇനിയിപ്പോ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ ഞാൻ എന്ത് പറയും? പ്രാർത്ഥിച്ചാൽ മതി. അറിയാമോ, പ്രാർത്ഥിച്ച ദൈവം പൈസ തരും. പക്ഷെ രണ്ടാമത് പിന്നെ ചെന്നപ്പോ പാസ്റ്ററിന് മനസ്സിലായി ഇവൻ പൈസയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ നടക്കുന്നത്. ഇങ്ങനെ വിട്ടാൽ ജീവിതകാലം കൂടെ ഞാൻ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് നോക്കും. അപ്പൊ പാസ്റ്റർ പറയാണ്, ബ്രദറെ ഈ എപ്പോഴും പൈസ നമ്മുടെ ഉണ്ടാവണമെന്നില്ല. സമ്പത്തിലായിരിക്കാനും ദാരിദ്ര്യത്തിലായിരിക്കാനും പൗലോസ് ചിന്തിച്ച പോലെ കർത്താവ് നമ്മുടെ എല്ലാ അവസ്ഥയിലും നടക്കും. യേശുക്രിസ്തു ആയിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ ചിന്തിക്കുമായിരുന്നു? അതാണ് പരിജ്ഞാനം. മനസ്സിലായി? എന്താ പരിജ്ഞാനം? അറിവിനപ്പുറത്തേക്കാണ് ഈ പരിജ്ഞാനം വന്നത്. പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നയാ പൈസ ഇല്ല, യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചിന്തിക്കുമായിരുന്നു? ആണ് പരിജ്ഞാനം. ഒരു ശത്രു എതിരെ വരുന്ന എന്നെ തല്ലുന്നു, യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാണ് പരിജ്ഞാനം. അത് ആത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. പൗലോസ് പറയാണ് എത്ര നീതിമാനായാലും ഈ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ബ്യൂട്ടി മനസ്സിലാക്കുമ്പോൾ ബാക്കിയല്ല എനിക്ക് ഒരു ചവറ് പോലെ തോന്നുകയാണ്. കാരണം ദിസ് ഈസ് എ സുപ്രീം റൈച്ചസ്നെസ്
അത് ക്രിസ്തുവിലുള്ള മക്കൾക്ക് അവകാശമായി ലഭിക്കുന്ന നീതിയാണ്, സ്വർഗത്തിലെ സമ്പത്താണ്. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ് നമ്മളെ സമ്പന്നരാക്കുന്നത്. ദാറ്റ്സ് അവർ റിയൽ വെൽത്ത്. അപ്പൊ കർത്താവിനെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്നത്, കർത്താവെ ഞങ്ങൾ അയോഗ്യരാണ്. അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിലെല്ലാം യാഗം കഴിച്ചിട്ട് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പ് ഒരു യാഗം ആവശ്യമായി വന്നത്? ഞാൻ പാപിയാണ്, അയോഗ്യനാണ്, കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല, അതിന്റെ അടയാളമായിട്ട് ഞാൻ ഈ യാഗം കഴിക്കുന്നു, നിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ കർത്താവെ നീ മാത്രം യോഗ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ നമ്മുടെ രക്ഷ യേശു ക്രിസ്തുവിലാക്കി നമുക്ക് സൗജന്യമായി നൽകിയതുകൊണ്ട് നമ്മൾ പറയുകയാണ്, കർത്താവെ ഒന്നും പുകഴാനില്ല, എന്റെ നീതിയും നീയാണ്, വിശുദ്ധിയും നീയാണ്, തേജസ്സും നീയാണ്, എന്റെ പരിജ്ഞാനവും നീയാണ്, നീ അല്ലാതെ ഒന്നും എനിക്ക് പുകഴുവാൻ ഈ ലോകത്തില്ല. ഇതാണ് റിപ്പന്റൻസ്, ഫെയ്ത്ത് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ എന്ത് ചെയ്തു? കർത്താവ് മരിച്ചപ്പോൾ ഞാൻ അവന്റെ കൂടെ മരിച്ചു എന്ന് മാത്രമല്ല, എഫേസ്യ ലേഖനം 2:6 വായിച്ചു നോക്കിയേ. എഫേസ്യ ലേഖനം 2:6. എഫേസ്യ ലേഖനം 2:6. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്ന? ഇപ്പം ശരിക്കും നോക്കി എവിടെ ഇരിക്കുന്നത്? ചുറ്റും നോക്കി എവിടെ ഇരിക്കുന്നത്? ചുറ്റും നോക്കിയോ? ബൈബിൾ എന്താ പറയുന്നത്? നമ്മൾ എവിടെ ഇരിക്കുന്ന? അപ്പൊ കാഴ്ചയിൽ നോക്കിയാൽ നമ്മൾ ഇവിടെ തന്നെയാണ്, എന്നാൽ വിശ്വാസത്തിൽ നോക്കിയാൽ നമ്മൾ എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലിരിക്കുന്നു. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വിശ്വാസത്തിൽ നോക്കിയുള്ള ജീവിതം. അപ്പൊ നമ്മൾ ശരിക്കും എവിടുത്തെ പൗരന്മാരാണ്? സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പോവോ? അതാ ഫെയ്ത്ത്. ഞാൻ ഈ ലോകത്തുള്ളവനല്ല, ക്രിസ്തുവിന്റെ കൂടെ ഞാൻ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു, എന്നെ പിതാവിന്റെ മടിയിൽ ഇരുത്തിയിരിക്കുന്നു. അത് ഞാൻ വിശ്വാസത്തിൽ കാണുമ്പോഴാണ് ഈ ലോകം മലിനവും മ്ലേച്ഛവുമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങളുടെ ഒരു മോള് ചെറുപ്പത്തിൽ ഇത്തിരി സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പെരുമാറ്റം. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമൊന്നുമല്ല, ഒരു പ്രത്യേക തരം സ്വഭാവം. ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറെ പിള്ളേർ കാണും ചില സമയത്ത്. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ മോൾക്കും കൊടുക്കും, ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഇവളത് കഴിക്കത്തില്ല, മാറ്റി വയ്ക്കും. എല്ലാ പിള്ളേരും എടുത്ത് കഴിച്ചു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇവളത് എവിടെയും. അപ്പൊ ബാക്കി ആരുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ല, അതാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം. അപ്പോ മറ്റാർക്കും കിട്ടാത്ത ചോക്ലേറ്റ് ആണ്, വൈബ്രേഷൻ ഇല്ല, എന്നാലും ആ ചോക്ലേറ്റ് അവരുടെ കയ്യിൽ. അപ്പോൾ അവള് പതുക്കെ അത് കഴിച്ചത്. ഇത് 2-3 പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, നിനക്ക് കിട്ടുന്ന ചോക്ലേറ്റ് ആദ്യം ഫിനിഷ് ചെയ്യുവാണെങ്കിൽ, അതായത് ഫസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ നിനക്ക് വലിയൊരു ചോക്ലേറ്റ് തരാമെന്ന്. പിറ്റേ ദിവസം ചോക്ലേറ്റ് കൊടുത്ത സമയത്ത് ഇവിടെ റാപ്പർ അടിക്കുന്ന പോലും ആരും കണ്ടില്ല, സഹിതം വിഴുങ്ങുന്ന പോലും ഓർപ്പില്ല, അത്ര ഫാസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മുടെ ജീവിതം ഒരു ചോക്ലേറ്റ് പോലെ, ഇതെപ്പോ തീർന്നു പോകും നമുക്ക് അറിയാൻ പറ്റില്ല. ഏത് സമയത്ത് വിഴുങ്ങി പോയാൽ പോയി, പല്ല് കഴിച്ചാൽ മുന്നിൽ പോയി. അതുകൊണ്ട് ഇതിന്റെ രുചി മാക്സിമം കൂട്ടിയെടുക്കാൻ ഇത് കഴിഞ്ഞ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു വായ ഒരു സൈഡിൽ നിന്നിട്ട് മറ്റേ സൈഡിലിട്ട് പല്ല് മുട്ടാതെ സൂക്ഷിച്ച് നമ്മൾ താലോലിച്ച് കഴിക്കുന്ന ഒരു ചോക്ലേറ്റ് പോലെയാണ് നമ്മുടെ ലൈഫ്. ഓക്കെ, അപ്പൊ ഇത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറയും. ഈ ഷർട്ട് എൻജോയ്മെന്റ് പോരാ, രുചി വരുന്നില്ല, ഞാൻ കുറച്ചുകൂടെ വിലയേറിയ ഷർട്ട്, കാരണം ആകെ ഒരു ജീവിതമുണ്ട്, ഇത്രയേ ഉള്ളൂ. ആ ചോക്ലേറ്റ് എപ്പോഴും ഇല്ല. അപ്പൊ ഈ മരണ ഭയം എന്ന് പറഞ്ഞ സാധനം, അതായത് ഫിനിഷ് ആയി പോകുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കിത് മാക്സിമം രുചിക്കണം, തീരരുത്, കുറച്ചുകൂടെ എൻജോയ് ചെയ്യണം നമ്മുടെ ഉള്ളിൽ വരുന്നത്. മനസ്സിലാകുന്ന ഞാൻ പറയുന്നത് ശരിയാണോ? അപ്പൊ നമ്മുടെ ഈ ലോകമോഹത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാം അടിസ്ഥാനം, നമ്മൾ എത്ര സമ്പാദ്യം കൂട്ടി വെച്ചാലും നമുക്ക് മതിയാകാത്തതിന്റെ അടിസ്ഥാനം എന്താ പറയുക? തീർന്നു പോകുമല്ലോ, പെട്ടെന്ന് അസ്തമിച്ചു പോകുമല്ലോ, നമ്മൾ മരിച്ചുപോയ പിള്ളേരെന്നെ ചെയ്യും, നമ്മുടെ ലോകം ഇത്രയല്ലേ ഉള്ളൂ. ഈ ഒരു നിസാരതയിൽ ബ്രെവിറ്റി ഓഫ് ലൈഫ്, ആ ബ്രെവിറ്റിയാണ്, ആ സ്മോൾ ടൈം മാത്രമുള്ള ഈ ലൈഫ് എന്നുള്ളൊരു കാഴ്ചപ്പാട് കാരണം നമ്മൾ ഈ ലോകത്തെ എൻജോയ് ചെയ്യുന്നത്. അതേസമയത്ത് ഞാൻ എന്റെ മോളോട് പറഞ്ഞ പോലെ കർത്താവ് പറയാണ്, എടാ നീ ഇത് പെട്ടെന്ന് തീർത്തിട്ട് ഓടി വന്നാൽ എത്ര കഴിച്ചാലും രുചി കൂടി വരുന്ന ഒരു ചോക്ലേറ്റ് ആയിട്ട് ഞാൻ ഇവിടെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് പോയാൽ പോട്ടെ എന്ന് വെക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല.
ആ പ്രത്യാശയിലേക്ക് നമ്മുടെ കണ്ണ് തുറന്നാലല്ലേ ഈ ലോകത്ത് നമുക്ക് വിടാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വലിയ ഹോപ്പിലേക്ക് ദൈവം നമ്മുടെ കണ്ണ് തുറന്ന് കാണിച്ചു തരാം. മോനെ, ഇതല്ല സമ്പത്ത്. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു തന്ന ഒരു സമ്പത്തുണ്ട്, മരിക്കാതെ ആർക്കു വേണേലും കിട്ടുന്ന സമ്പത്തുണ്ട്. രണ്ട് തരത്തിലുള്ള സമ്പത്ത് കർത്താവിനുണ്ട്. ഒന്ന്, യേശുക്രിസ്തു അതിനുവേണ്ടി ക്രൂശിൽ മരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്നെ ഒരു PhD കാരനാക്കാൻ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ നല്ല പഠിച്ചാൽ മതി അല്ലെ? രോഗസൗഖ്യം വരുത്താൻ പോലും യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട കാര്യമില്ല. കാരണം അതിനു മുമ്പ് ഏലിശയുടെ കാലത്ത് രോഗസൗഖ്യം ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കഥ കേട്ടതാണ്. കഥയല്ല, മാതൃഭൂമി പത്രത്തിൽ വന്നാണ്. എനിക്കൊന്ന് 2016 17 മറ്റോ തോന്നുന്നു ഒരു കഥ വന്നത്. ബ്രസീലിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് തൊണ്ടയിൽ ക്യാൻസർ, ഒരു മുഴ, തൊണ്ടയിൽ ക്യാൻസർ. അപ്പോൾ അവിടെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും എന്ന പോലെ അവിടെ മലയാളി നഴ്സുമാരുണ്ട്. അപ്പൊ ഒരു മലയാളി നഴ്സ് പറഞ്ഞു, കേരളത്തിൽ വന്ന് ഞങ്ങളുടെ അയ്യപ്പന് ഒരു ഇരുമുടിക്കെട്ടുമായിട്ട് വന്ന ഒരു ദർശനം നടത്തുവാണെങ്കിൽ, ഒരു നേർച്ച നെയ്യുവാണെങ്കിൽ ഈ ക്യാൻസർ മാറുന്നുണ്ട്. സഹോദരങ്ങളെ, അയാളുടെ ക്യാൻസർ മാറി. അയാൾ ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്ന ഫോട്ടോയാണ് മാതൃഭൂമി വെച്ചിരുന്നത്. ആലോചിച്ച് നോക്കി, ഈ ലോകത്ത് ഇങ്ങനെ പലതരം മിസ്റ്ററീസ് ഈ ലോകത്തുണ്ട്. ചിലർക്ക് സൗഖ്യം കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. സൗഖ്യം കിട്ടിയ ആൾക്കാർ കർത്താവിനെ ശ്രദ്ധിക്കുമ്പോൾ സൗഖ്യം കിട്ടാത്തവരവിടെ വിഷമിക്കും. പണം കിട്ടിയതിനായിട്ട് നിങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കുമ്പോൾ പണം കിട്ടാത്തവരവിടെ ഉരുകും. അവർ വിചാരിക്കും എന്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയത്. നിങ്ങളുടെ കൊച്ചിന് 1ാം റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ സ്തോത്രം ചെയ്ത് ചോക്ലേറ്റ് വിതരണം ചെയ്യുമ്പോൾ കഷ്ടിച്ച് തോറ്റുപോയ അപ്പനും അമ്മയും പിള്ളേരുടെ അപ്പനും അമ്മയും അപ്പുറത്ത് കരയുന്നുണ്ടായിരിക്കും. അവരുടെ മുമ്പിലൂടെ നിങ്ങൾ ചോക്ലേറ്റുമായിട്ട് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യും. കണ്ടോ ദൈവം നാക്ക് എന്ന അനുഗ്രഹം. ആ പിള്ളേർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുമ്പം അനുഗ്രഹം കിട്ടാത്ത ആൾക്കാർ നമ്മളുടെ തന്നെയുണ്ട്. നമ്മൾ സമ്പത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുമ്പോൾ, വിസ ശരിയായതിന് സ്തോത്രം ചെയ്യുമ്പോൾ പല പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് വിസ ശരിയാകാതെ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ എന്തോ പാപം കൊണ്ടാണ് ഇത് സംഭവിക്കാത്തത് എന്നാണ് വിചാരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇങ്ങനെ പറഞ്ഞു നോക്കിയേ, പാപികളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു പറയുമ്പോൾ നിങ്ങളുടെ സകലർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും. കാരണം അത് വിശ്വാസികൾക്കെല്ലാം ഒന്നിച്ച് സ്തോത്രം പറയാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്നു. ഒരു സഭ സ്തോത്രം ചെയ്യുന്നത് കർത്താവ് എന്ന രക്ഷയെക്കുറിച്ചാകുമ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അത് സ്തോത്രം പറയാൻ പറ്റാത്ത ആരുമില്ല. കാരണം ഒന്നിച്ച് നമ്മൾ സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് പല രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഓർത്തിട്ടല്ല, ക്രിസ്തുവിൽ എല്ലാവർക്കും നൽകിയിരിക്കുന്ന, നമുക്ക് എല്ലാ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന, സ്വർഗത്തിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്ന, പാപങ്ങളെ കഴുകിയിരിക്കുന്ന, മക്കളാക്കി മാറ്റിയിരിക്കുന്ന, ഒരിക്കലും എടുത്തുകൂടാൻ പറ്റാത്ത അവകാശം നമുക്ക് തന്നിരിക്കുന്ന അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റും. ആമേൻ പറയിപ്പിക്കാൻ വേണ്ടിയാണ് സ്തോത്രം ചെയ്യുന്നത്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ അന്യഭാഷയിൽ സ്തോത്രം ചെയ്താൽ കേൾക്കുന്നവരെങ്ങനെ ആമേൻ പറയും. അപ്പൊ അന്യഭാഷ സ്തോത്രം ചെയ്യുന്നതായിരിക്കും ഞാൻ പറയുന്നത്. സ്തോത്രം ചെയ്യുന്നത് തന്നെ എല്ലാവരും ആമേൻ എന്ന് പറയാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ആമേൻ പറയാത്ത കാര്യങ്ങളല്ല, എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും സ്തോത്രത്തിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. ഇൻ ക്രൈസ്റ്റ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? ക്രിസ്തുവിൽ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുള്ളതാണ്. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഒരു വാക്യങ്ങൾ വായിക്കാം. റോമ 8-ന്റെ 17-ാം നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ. ഇവിടെ അവകാശത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, മക്കളെങ്കിലോ നാം അവകാശികളാണ്. എങ്ങനത്തെ അവകാശികളാ? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ. ഒരപ്പന് 2 മക്കളുണ്ടെന്ന് വിചാരിക്കാം. മൂത്ത മകന് പേര് എ, രണ്ടാമത്തെ മകന്റെ പേര് ബി. ഓക്കെ, ആ അപ്പന് 10 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. മൂത്ത മകന് 5 ഏക്കറും രണ്ടാമത്തെ മകൻ 5 ഏക്കറും വെച്ച് അവരുടെ മരണസമയത്ത് കൊടുക്കുന്നു. ഈ അപ്പം മരിക്കുന്നവരെയും ഈ 10 ഏക്കറിൽ ഈ 2 മക്കൾക്കും കൂട്ടവകാശമായിരുന്നു. എന്നാൽ അവർക്ക് വേർതിരിച്ച് കൊടുത്ത ശേഷം അവർക്ക് കൂട്ടവകാശമല്ല, ആദ്യത്തെ 5 ഏക്കറിൽ മിസ്റ്റർ എക്കും രണ്ടാമത്തെ 5 ഏക്കറിൽ മിസ്റ്റർ ബിക്കുമാണ് അവകാശം. സമ്മതിച്ചോ? അങ്ങനെ എനിക്ക് മിസ്റ്റർ എ കല്യാണം കഴിച്ചു. അപ്പൊ മിസ്റ്റർ എ മിസ്സിസ് എയുമായി. അപ്പൊ ഇവർക്ക് 2 പേർക്ക് എങ്ങനെ 5 ഏക്കറിന്റെ അവകാശം?
കല്യാണത്തിന്റെ വാഗ്ദത്തം എന്താ? എന്റെ സ്വത്തിലെല്ലാം ഞാൻ നിനക്ക് അവകാശം തന്നെ പറയില്ലേ? അപ്പൊ മിസ്റ്റർ എക്കും മിസ്സിസ് എക്കും എന്താണ് ഇത്? കൂട്ടവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ എക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മിസ്സിസ് എക്കും ഉണ്ട്. ശരിയാണോ? അപ്പൊ ക്രിസ്തുവിന്റെ കൂടെ കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് അവകാശമുണ്ട്. ഇതാണ് മക്കൾ എന്ന അവകാശം. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയുണ്ട് ക്രിസ്തുവിന്? ജീവൻ. ക്രിസ്തുവിന്റെ ജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആത്മാവ്, അവനെ നടത്തിയ അതേ ആത്മാവ്. വാഗ്ദത്തം അല്ലെ? നമ്മൾ കേട്ടു, വാഗ്ദത്തത്തിന്റെ ആത്മാവ്. ഈ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വരുമ്പോൾ കർത്താവിന്റെ ആത്മാവ് തന്നെ. യേശുവിനെ അന്ന് 3.5 വർഷക്കാലം നടത്തിയ അതേ ആത്മാവ്, ഗ്ലോറിഫൈഡ് ഹോളി സ്പിരിറ്റ്, തേജസ്കരിക്കപ്പെട്ട ആത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് അവന്റെ ജീവനെ പകരാൻ വേണ്ടി വരുന്നത്. അപ്പോൾ കർത്താവിന്റെ ജീവൻ അവൻ നമുക്ക് നൽകി, ആത്മാവിനെ നൽകി. എന്നിട്ട് പറഞ്ഞു, എന്റെ അപ്പൻ നിങ്ങളുടെ അപ്പനാണ്. എന്തൊരു പങ്കുവയ്ക്കലായിരുന്നു അതല്ലേ? അപ്പാന്ന് വിളിച്ചു. ഞങ്ങൾ വഴി കിടന്ന പിള്ളേരായിരുന്നു. എല്ലാത്തിനും പിടിച്ച് അകത്തേക്ക് പറയാം, എന്റെ അപ്പനെ നിങ്ങൾ അപ്പാന്ന് വിളിച്ചു. അവകാശം. എന്നിട്ട് പറയാണ്, ചുമ്മാ അപ്പാന്ന് വിളിക്കുവല്ല, എനിക്ക് എന്തെല്ലാം അവകാശം ഉണ്ടോ എന്റെ വീട് ഇത് നിങ്ങളുടെ വീടാണ്. പത്രോസിന്റെ കാല് കഴുകുമ്പോൾ പത്രോസ് പറയാം, അയ്യോ എന്റെ കാല് കഴുകല്ലേ എന്ന് പത്രോസ് പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്റെ കാല് കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ അവകാശമില്ല. എന്താ കാരണം? അന്ന് യഹൂദന്മാര് ഏതെങ്കിലും ആൾക്കാർ ദൂരെ നടന്നു വന്നു കഴിയുമ്പോൾ കാല് എല്ലാം പൊടി മണ്ണുമായിരിക്കും. ഇന്നത്തെ പോലെ നമ്മൾ കാറിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങുമല്ല. അങ്ങനെ ഇറങ്ങിയിട്ട് പോലും മുഴുവൻ കാല് പൊടി മണ്ണും. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ആരെങ്കിലും അടിമകൾ ഫ്രണ്ടിൽ ഈ കാല് കഴുകി കൊടുക്കും ഈ അകത്തോട്ട് കയറാൻ വേണ്ടി. വലിയ ആൾക്കാരൊക്കെ വരുന്നെങ്കിൽ യജമാനൻ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പൊ അതിനർത്ഥം എന്താ വെച്ചാൽ, മക്കളെ ഈ ഇവിടുത്തെ ഓട്ടം നിർത്തി എന്റെ വീട്ടിലോട്ട് പോരാനാണ്. അപ്പൊ ശരിക്കും പത്രോസിനോട് കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ നിന്റെ കാല് കഴുകുന്നത് അടിമ നിന്ന് കാല് കഴുകേണ്ട സ്ഥാനത്ത് ഞാൻ നിന്റെ കാല് കഴുകാൻ കാരണം നിന്നെ എന്റെ വീട്ടിലേക്ക്, എന്റെ അവകാശത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. നീ ഇവിടുത്തെ ഓട്ടം നിർത്തിയിട്ട് എന്റെ കൂടെ ഇന്ന് പോരെ. ഇപ്പൊ പൗലോസ് പറയാം, അയ്യോ പത്രോസ് പറയാം, എന്നാ പിന്നെ എന്നെ മൊത്തത്തോടെ കുളിപ്പിച്ചേക്കാം. അങ്ങനെ കർത്താവ് പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, നീ അല്ലാതെ തന്നെ ശുദ്ധിയുള്ളവനാണ്. ഇത് സിംബോളിക് ആയിട്ട് ഞാൻ നിന്നെ നിന്റെ സേവകനായി ഒരു അടിമയായി നിന്നുകൊണ്ടാണ് ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് വിളിക്കുന്നത്. ഇപ്പോൾ കർത്താവിന്റെ ഭവനം എന്റെ ഭവനമാകുന്നു. അവന്റെ തേജസ്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള തേജസ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ ഈ സകല ആത്മീക സമ്പത്ത് എന്റെ അല്ല, അതെല്ലാം ക്രിസ്തുവിന്റെ അധ്വാനമാണ്. ക്രിസ്തു അധ്വാനിച്ചുണ്ടാക്കിയ സകല സമ്പത്തിലേക്കും പാപികളായി എനിക്ക് പ്രവേശനം തന്നിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് പോകാനൊന്നുമില്ല. നമ്മൾ വായിച്ചു, അധ്വാനം മുഴുവൻ കർത്താവിന്റെ. ഓക്കെ, എന്നാൽ അതിന്റെ അവകാശം എന്തെങ്കിലും നമുക്കാണ്. യോഹന്നാൻ 17-19 വായിച്ചെങ്കിൽ, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആരുടെ വിശുദ്ധിയാണ്? വെള്ള മാസ്ക് വെച്ചാൽ വരുന്ന വിശുദ്ധിയല്ല, യേശുക്രിസ്തുവിടെ പാപത്തോട് പോരാടി ജയിച്ച ആ വിശുദ്ധിയാണ് കർത്താവ് നമുക്ക് തരുന്ന വിശ്വാസം. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നതെന്ന് പറയുമ്പോൾ അവന്റെ സ്വഭാവമാണ് ഇതിലേക്ക് വരുന്നത്. അവന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, ഗ്രേസ് ആണ് ഈ വിശുദ്ധി എന്ന് പറയുന്ന സാധനം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കർത്താവിന്റെ സ്വഭാവം നമുക്കുള്ളപ്പോഴാണ് നമ്മൾ വിശുദ്ധരായി മാറുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം പുകഴ്ച ദൈവത്തിനാണ്, മഹത്വം ദൈവത്തിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച കൂടി വരവനെ ആരാധന എന്ന് പറയുന്നത്. അതായത് അവന്റെ വിശുദ്ധന്മാരെല്ലാം കൂടെ ചേർന്ന് പറയാണ്, കർത്താവെ, അറുക്കപ്പെട്ട കുഞ്ഞാട്, നീ യോഗ്യൻ, മഹത്വവും ബലവും ബഹുമാനവും ശക്തിയും സ്വീകരിപ്പാൻ നീ യോഗ്യൻ. കാരണം എന്താണ്? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഭൂമിയിലുള്ള സകലരെ നീ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതാണ് പുതിയ ന്യൂ ടെസ്റ്റമെന്റ് സോങ്, പുതിയ നിയമത്തിന്റെ പാട്ട്, വീണ്ടെടുപ്പിന്റെ പാട്ട്, നമ്മൾ പാടേണ്ട പാട്ട്, എപ്പോഴും പാടിക്കൊണ്ടിരിക്കേണ്ട പാട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഈ എഫേസ്യ ലേഖനം 3-16 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഷിഫ്റ്റ് നമുക്ക് കാണാം. നമുക്ക് നോക്കാം, ഷിഫ്റ്റ് എന്താന്ന് നോക്കാം. എഫേസ്യ ലേഖനം 3-16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഓക്കെ, ഇനി 19-ാം വാക്യം 20-ാം വാക്യം വായിച്ചു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും
ചോദിക്കുന്നതിനും നിனைക്കുന്നതിനും കൂടുതൽ തരുന്നെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാനൊരു മാരുതി കാറിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, സെക്കൻഡ് ഹാൻഡ്. കർത്താവ് എനിക്കൊരു ഇന്നോവ തന്നു. ചോദിക്കുന്നതിലും നിனைക്കുന്നതിലും അത്യന്തം പരമായി. അങ്ങനെയാണോ? ഞാൻ പാസ്സാവണം പരീക്ഷിക്കുന്നത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, എന്നാൽ ഞാൻ ചോദിക്കുന്നതിലും നിனைക്കുന്നതിലും അത്യന്തം പരമായി ഫസ്റ്റ് ക്ലാസ് തന്നതിലാണ്. ചോദിക്കുന്നത് എന്താണെന്ന് നമ്മൾ നോക്കണം, അല്ലെ? അതാണ് ഈ 16-ാം വാക്യം മുതൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ 20-ാം വാക്യത്തിലാണ് പറയുന്നത് ഈ ചോദിച്ചാൽ അതിൽ കൂടുതൽ കിട്ടുന്നത്. എന്തൊക്കെയാ നോക്കാം ചോദിക്കുന്നത്? 16 വായിക്കണേ. ഇത് വിശുദ്ധീകരണം എന്ന വിഷയം തുടങ്ങുന്നത് ഇവിടെയാണ്. ഈ 16-ാം വാക്യം മുതൽ 3:16 മുതൽ യൂദായുടെ ലേഖനം തീരുന്നത് വരെ വിശുദ്ധീകരണം, നമ്മൾ എങ്ങനെയാണ് കർത്താവ് അവന്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നതെന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതില്ല. അപ്പൊ ഞാൻ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും എന്താണെന്ന് ആദ്യം പറയാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞുതരാം, നന്മ തിന്മകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു സാരി വാങ്ങിക്കാൻ, സാരി ഷർട്ട് എന്തില്ലേ സാരി ഓക്കെ, നിങ്ങളൊരു സാരി മേടിക്കാൻ വേണ്ടി കടയിലോട്ട് ചെല്ലും. അപ്പൊ കടയിൽ നോക്കിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെ 5000 രൂപയാണ്. ഇന്ത്യയിലെ സിറ്റുവേഷൻ ആണോ, എനിക്ക് ഇവിടുത്തെ ഈ റിയാൽ കാൽക്കുലേഷൻ പെട്ടെന്ന് ഇത് പഠിച്ചില്ല, എളുപ്പമല്ല. ഞാൻ പെട്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരാം, അതുകൊണ്ട് അത് വേണ്ട. രൂപയായിട്ട് സംബന്ധിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ 5000 രൂപയുണ്ട്. നിങ്ങൾ ചെന്ന് തയ്യൽക്കട ടെക്സ്റ്റൈൽ ഷോറൂം ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു സാരി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് 6000 രൂപ വേണം. നിങ്ങളുടെ കയ്യിൽ 5000 ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ശരീരം പറയും 1000 രൂപ ലോൺ കേൾക്കാം. മൈൻഡ് പറയും പിന്നെ 1000 രൂപ അടക്കണ്ടേ, നമുക്ക് 3000 രൂപ മേടിച്ചാൽ മതി, 2000 രൂപ പോക്കറ്റ് ഇരിക്കും. അപ്പൊ ശരീരം പറയും നോ അത്രയും ഭംഗിയുള്ളത് എന്റെ കണ്ണിനെ വല്ലാതെ അട്രാക്ട് ചെയ്തു, എനിക്കത് കിട്ടിയേ പറ്റൂ. അപ്പൊ മൈൻഡ് പറയും മണ്ടത്തരം കാണിച്ചില്ലേ, 6000 രൂപ സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ വീട്ടിൽ പോകും? വണ്ടി കൂലിക്ക് 5 പൈസയില്ല, കയ്യിലുള്ള കൂടെ ചെലവാക്കിയ നാളെ 1000 രൂപ എങ്ങനെ അടയ്ക്കും? അപ്പൊ 2 പേരുടെ മലപ്പുറത്ത് നടത്തിട്ട് അവസാനം ഒരു 4900 രൂപയുടെ സെറ്റിലാണ്. ഇങ്ങനെയല്ലേ നമ്മുടെ ജീവിതം? വേറെ എക്സാമ്പിൾ പറയാം. രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഉപ്പുമാവ് മൺഡേ മോർണിംഗ്. പിള്ളേർ എന്തെങ്കിലും ആക്കണം, മൺഡേ മോർണിംഗ് അല്ലേ ഉറക്കമാവ് കഴിച്ചിട്ട് പോവാം. കഴിച്ചു പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോൾ ഉപ്പുമാവ് തന്നെ. അപ്പം കുഞ്ഞുങ്ങൾ വിചാരിച്ചേട്ടത് ഇന്ന് ഉപ്പുമാവ് പോട്ടെ കഴിച്ചു. ബുധനാഴ്ച വന്നിട്ട് ഉപ്പുമാവ്, വ്യാഴാഴ്ച ഉപ്പുമാവായപ്പോഴേക്കും മൈൻഡ് തിരിഞ്ഞു. ഞാനിവിടെ ആദ്യം വന്നപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിലെ ബ്രദർ ഒരു സാലഡ് കൊണ്ടുവന്നു. എന്താ ടേസ്റ്റ് അറിയില്ല. ഞാൻ സാലഡ് കഴിച്ച് ഞാൻ തീരുമാനിച്ചു ഇനിമേൽ ഇല മാത്രമേ കഴിക്കുന്നുള്ളൂ. 4ാമത്തെ ദിവസമായപ്പോഴേക്കും ഇല കാണുമ്പോൾ എനിക്ക് എല്ലാ ഇലകളോടും അപ്പോ എനിക്കിവിടെ ഇല കാണുമ്പോൾ ദേഷ്യമല്ലോ. അത്രയ്ക്ക് അതാണ് പതുക്കെ വന്ന് ശരീരം ഒന്ന് മടുക്കുക. ശരീരത്തിന് ഉപ്പുമാവ് ഇറങ്ങില്ല. അപ്പം ശരീരം വിചാരിക്കുക എന്ത് ചെയ്യണം ഇവൻ. അപ്പൊ മൈൻഡ് പറയും എടാ തിന്നേ പറ്റുള്ളൂ, കാരണം അമ്മയുടെ സ്വഭാവം അറിയാലോ, ഉണ്ടാക്കി തന്ന് തിന്നില്ലെങ്കിൽ അമ്മ പറയും നീ പട്ടിണി തിന്നോളാൻ പറയും. പട്ടിണി ഇരിക്കേണ്ടി വരും, അല്ലാതെ വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മൈൻഡ് പറയും എങ്ങനെയെങ്കിലും കുറച്ച് തിന്ന്. അന്ന് നിങ്ങളുടെ തിന്നു. പിറ്റേ ദിവസം പിന്നെ ഉപ്പുമാവ്. അപ്പൊ മൈൻഡും ശരീരവും കൂടെ യുദ്ധം. എപ്പോഴും നമുക്ക് ആ യുദ്ധം ഫീൽ ചെയ്തില്ലേ അല്ലേ? എല്ലാ സമയത്തും യുദ്ധം ഫീൽ ചെയ്യുന്നത്. 2 വാക്ക് പറഞ്ഞാലോ ഒരുത്തന്നെ തല്ലി. ഇപ്പൊ ഞാൻ ചിന്തിക്കാണ് തിരിച്ചടിച്ചാലോ ഉടൻ ശരീരം മൈൻഡ് പറയും ഇപ്പൊ തിരിച്ചടിച്ചാൽ അവന് നിന്നേക്കാൾ ആരോഗ്യമുണ്ട്, 2 മുഖങ്ങളിലേക്ക് നിന്റെ കാര്യം പോകാം. ഇപ്പൊ മൈൻഡ് ഉപദേശിക്കും. അപ്പൊ ശരീരം പറയും ഇല്ല എനിക്ക് പ്രതികാരം ചെയ്യണം. അന്ന് പ്രതികാരം വാങ്ങിച്ചിങ്ങനെ അത് ഇൻസ്റ്റിന്റ്. ആ ഇൻസ്റ്റിന്റ് വന്നു കഴിയുമ്പോഴേക്കും ശരി ഇവനെ തല്ലുന്നില്ല, ഇവനെ കുറിച്ച് നല്ല അപവാദം പറഞ്ഞേക്കാം. അപ്പൊ മൈൻഡ് വളരെ സൂക്ഷിച്ച് പറയണം, നീ പറയുന്ന ആൾക്കാർ വിശ്വസിച്ചില്ലെങ്കിൽ നീ ഒരു അപവാദിയായിട്ട് മാറും. പക്ഷെ അത് നടക്കത്തില്ല. എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഈ സാധനത്തെയാണ് നമ്മൾ പുറം മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് മൈൻഡും ശരീരവും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആ സാധനം, അതിനെയാണ് നമ്മൾ ജഡ മനുഷ്യൻ എന്ന് പറയുന്നത്, പുറം മനുഷ്യൻ എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പൊ ഇത് തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അവസാനം ആത്മാവ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നറിയോ, അകത്തെ മനുഷ്യനുണ്ടാവും.
ഈ അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും മനസ്സും കൂടെ ചേരുന്ന മനുഷ്യനല്ല, ആത്മാവ് മൈൻഡിനോട് സംസാരിക്കുന്ന ആ അവസ്ഥയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഉപ്പുമാവിന് ഒപ്പിരുന്നപ്പോൾ മൈൻഡും ശരീരവും മടുത്തിരിക്കുക. അന്നേരം ആത്മാവ് പറയുന്നത് ഇത് അമ്മ തരുന്നതല്ല, ഇത് കർത്താവ് തരുന്നതാണ്. സ്തോത്രം ചെയ്താൽ ആ മട്ട കണ്ട് പൊക്കോളൂ. അപ്പൊ ആത്മാവ് പറയാണ് കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട് കഴിച്ചോ. ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞ് എന്തൊക്കെ തരുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് നിങ്ങൾ കർത്താവെ സ്തോത്രം, ഈ ആഹാരം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപ്പ് കൂടി അതൊന്നും പറയാൻ പാടില്ല. കാരണം തന്നാരാ? അപ്പൊ അതിനുവേണ്ടി സ്തോത്രം ചെയ്യിപ്പിക്കുന്നത്. കാരണം സ്തോത്രം ചെയ്താൽ പിന്നെ മിണ്ടാൻ പാടില്ല. അപ്പൊ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ ഒരുത്തനെ തല്ലിയാൽ എനിക്ക് അവനെ പോയി കെട്ടിപ്പിടിക്കാൻ പറ്റും. അകത്തെ മനുഷ്യന്റെ പുറത്തെ മനുഷ്യനെ സ്ട്രോങ് എങ്കിൽ ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് പോലും. മനസ്സിലാവുന്ന വ്യത്യാസം എന്താണ്? ഇനി വേറെ എക്സാമ്പിൾ പറയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ ആളുകളുടെ പശ്ചാത്തലത്തിൽ സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലുള്ള മിനിസ്റ്ററുടെ പശ്ചാത്തലത്തിൽ ഞാൻ കാര്യം പറയാം. നിങ്ങൾ അവിടെ ചർച്ച നടത്താൻ വിചാരിച്ചു. അപ്പൊ സുവിശേഷ വിരോധികൾ വന്ന് ചർച്ച നേരെ കല്ലെറിയുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എന്റെ കൂടെ പഠിച്ചവനാണ് ഇവിടുത്തെ SP സൂപ്രണ്ട് ഓഫ് പോലീസ്, വിളിച്ചേക്കാം. എടാ ഞങ്ങളുടെ ചർച്ച നേരിടുന്ന കല്ലെറിഞ്ഞിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരനല്ലേ എടാ പോടാന്നൊക്കെ വിളിക്കാം. SP ഒക്കെ എടാന്ന് വിളിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ചിത്ര പാർട്ടികളല്ല, ഭയങ്കര ഫോർമേഷൻ ഭയങ്കര സ്ട്രോങ്. അപ്പൊ SP പറയാം അവനെ ഞാൻ കൈകാര്യം ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ പുറം മനുഷ്യൻ സ്ട്രോങ് ആയിട്ട് നമ്മുടെ രക്ഷപ്പെട്ടു. രാഷ്ട്രീയക്കാരൻ ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. പുറം മനുഷ്യൻ ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം അവൻ എന്ത് വേണം ചെയ്യാൻ പറ്റും. അതാണ് ഈ പുറം മനുഷ്യന്റെ പ്രത്യേകത. പക്ഷെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ SP പോയിട്ട് ഒരു പോലീസുകാരൻ പോലും ഞാൻ എന്നോട് പഠിച്ചിട്ടില്ല. നാട്ടുകാർ മുഴുവൻ നമുക്ക് എതിരാണ്, എന്നെ അറിയുന്ന ഒരാളുമില്ല. കല്ലെറിയതോടുകൂടിയാണ് നാട്ടുകാരെന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മുടെ ഉള്ളിലൂടെ എന്തായിരിക്കും വരുന്നത്? കർത്താവെ നീ അല്ലാതെ ഞങ്ങൾക്ക് ചില ആൾക്കാർ കരഞ്ഞോട് പറയുന്നേക്കാം ദൈവമല്ലാതെ എനിക്ക് ആരും. ദൈവം പോരെ പിന്നെ കരയുന്ന ദൈവമല്ലാതെ ആരും എനിക്കത് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു, ദൈവം മാത്രമുണ്ട്. പോരെ, അത് പോരെ, അത്രയും വലിയ ദൈവം ഉണ്ടായിട്ട് പോരെ. ആത്മാവ് പറയാണ് ദൈവം ഉണ്ട്, അത് മതി. അത് അകത്തെ മനുഷ്യനാ. ഈ അകത്തെ മനുഷ്യനെ ദൈവത്തിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അസ്വസ്ഥമായിട്ടിരിക്കും. ഓർമ്മ ഇപ്പൊ വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്ന സ്വസ്ഥതയാണ്. അത് എബ്രായലേഖനം 4 നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായത്തിലാണ് ഈ വിശുദ്ധീകരണം എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്നറിയാമോ? 7-ാം ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചു. സ്വസ്ഥത, അതാണ് ആ സ്വസ്ഥതയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഈ ആത്മീക മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര സ്വസ്ഥതയാണ്. മനസ്സിലായ? ഈ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഭൂമി ഉരുണ്ട് കിടക്ക് വന്നാലും സുനാമി അടിച്ചാലും ഇവന്റെ മൈൻഡ് ഇങ്ങനെ കാമിരിക്കുക. കാംനെസ് എന്ന് പറയുന്നത് അകത്തെ മനുഷ്യന്റെ സ്ട്രെങ്ത് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്തുവിന്റെ സമ്പത്തിൽ നിന്ന് കിട്ടുന്നതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ പുതിയ നിയമത്തിലെ വിശ്വാസിയുടെ അവകാശമാണ് സ്വസ്ഥത. അത് വാഗ്ദത്തമാണ്. എബ്രായലേഖനം 4-1 പറയുന്നത് എന്താ? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം. അപ്പൊ വാഗ്ദത്തം എന്ന് പറയുന്നത് എന്താണ്? എന്തിന്റെ നടുവിലും നമ്മൾ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് സ്വസ്ഥത നമ്മുടെ ഉള്ളില്. ഓക്കെ, അപ്പോൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആ വാക്യത്തിൽ പറയാം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. അപ്പം എങ്ങനെ ബലം വരുന്ന? ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ച് നമ്മൾ ബലം പ്രാപിക്കണമെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരില്ല, ബുദ്ധിയിൽ നിന്ന് വരില്ല, പ്രസംഗം കേട്ട വരില്ല. നേരത്തെ ഒരു സഹോദരൻ പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ ആത്മാവിൽ നിന്ന് മാത്രമേ വരുള്ളൂ. Only the spirit can communicate to our spirits. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തനാക്കാൻ പറ്റുള്ളൂ. പുറത്തെ മനുഷ്യനെ ശക്തനാക്കാൻ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് എക്സസൈസ് ചെയ്താൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. സംസാരിച്ചാൽ മാത്രം പറ്റും. കേൾക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ആത്മാവിന്റെ ശബ്ദം മിക്ക ആൾക്കാർ കേൾക്കാറില്ല. ടു മച്ച് നോയ്സ് ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, ഇപ്പൊ ഒരു കൊച്ചിനോട് ആത്മാ പറയണം അവനെ നീ പറ്റുന്നത് സുശേഷായിക്ക് പോകും. ഓ, അവൻ ആ ശബ്ദം കേൾക്കുക പോലുമില്ല. കാരണം അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ജഡത്തിന്റെ ശബ്ദം. അപ്പുറം പറയടാ നീ സുശേഷകളിൽ ഇറങ്ങി വല്ലവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ജീവിക്കരുതാ. കേട്ടില്ലേ? അധ്വാനിച്ച് ജീവിച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള ഇത്തിരി പൈസ വെച്ചിട്ട് സുശേഷകളെ ചെയ്യും. എങ്ങനെയുണ്ട്? അപ്പൊ അവന്റെ ആ ശബ്ദം വലിയ ശബ്ദം. അപ്പൊ ആത്മാവിന്റെ ശബ്ദം മങ്ങി ഇല്ലാതായി. ദൈവം നടത്തിക്കോളും എന്നുള്ള വിശ്വാസമില്ല. മനസ്സിലാകുന്നപ്പോ അപ്പൊ അകത്തെ മനുഷ്യൻ ശക്തനാവുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കപ്പാസിറ്റി ഉണ്ടാവുക. ഭാര്യ ഭർത്താവ് ഭയങ്കര അടി മഴക്കുക, ഭർത്താവ് കുരിച്ചു നിർത്തി ഇടിക്കുക,
പക്ഷെ അകത്തെ മനുഷ്യൻ ശക്തനാണെങ്കിൽ ഈ ഭാര്യയ്ക്ക് അവരെ സ്തോത്രം ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലായി അകത്തെ മനുഷ്യൻ എന്താണ്? ഈ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തും. അടുത്ത വാക്യം നോക്കി, 17-ാം വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻ ക്രൈസ്റ്റ് എന്നായിരുന്നു. എന്നാൽ എഫേസ്യ ലേഖനം 3:17 മുതൽ ഇനി അങ്ങോട്ട് മുഴുവൻ ക്രൈസ്റ്റ് ഇൻ മീ. എന്താ വ്യത്യാസം? ഇത്രയും നാളും ക്രിസ്തുവിൽ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ എല്ലാ സമ്പത്തിന്റെ അവകാശി ഞാനായിരുന്നു. പക്ഷെ 17-ാം വാക്യത്തിൽ പറയാൻ ഈ അവകാശം എന്ന് പറഞ്ഞ് ഇരുന്നാ പോരാ, അത് അനുഭവിക്കണമെങ്കിൽ, ഫലം കൊടുക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, ക്രിസ്തു നിന്നിൽ വസിക്കണം. അത് വിശ്വാസത്താലാണ് വസിക്കുന്നത്. അപ്പൊ വിശ്വാസത്താൽ എനിക്ക് പൈസ അല്ല കിട്ടുന്നത്, വിശ്വാസത്താൽ ക്രിസ്തു എന്റെ ഹൃദയങ്ങളിൽ വസിക്കുകയാണ്. ഈ ക്രിസ്തു വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം? ഇപ്പം ഞാൻ ഒരു വീട്ടിൽ വസിക്കുന്നുണ്ട്. ഈ വീട്ടിൽ വസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റൂം ഒഴിച്ച് ബാക്കി എല്ലാ റൂമിലും ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ലിവിംഗ് റൂമിൽ മാത്രം നമുക്ക് കയറാൻ കഴിയുള്ളൂ. അല്ലെ ബെഡ്റൂം, അല്ലെ ബാത്റൂമിൽ ഒന്നും പൊക്കട്ടെ വേറെ അകത്തോട്ട് കയറാനും പറ്റില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? നമ്മുടെ ജീവിതം 24 മണിക്കൂറുള്ള കമ്പാർട്ട്മെന്റാണ്. കമ്പാർട്ട്മെന്റിൽ ഒരു ട്രെയിനാണ്. 24 കമ്പാർട്ട്മെന്റിലുള്ള ട്രെയിൻ. അവിടെ രാവിലെ 5 മണി തൊട്ട് നിങ്ങൾ എഴുന്നേൽക്കുന്ന 5 തൊട്ട് 5:15 വരെ ഒരു 15 മിനിറ്റ് ക്രിസ്തു ഉണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കമ്പാർട്ട്മെന്റ് ഉണ്ട്, റെഡി ആവുന്ന കമ്പാർട്ട്മെന്റ്, ജോലിക്ക് പോകുന്ന കമ്പാർട്ട്മെന്റ്, വൈകിട്ട് വരെ ജോലി ചെയ്തു. അവിടെയൊന്നും ക്രിസ്തു അകത്തൊന്നും കയറിയില്ല. അവിടെ 2 വർത്താനം പറയേണ്ടവർ 2 വർത്താനം പറഞ്ഞു, 2 പൈസ കിട്ടാവുന്നത് സമ്പാദിച്ചു. വൈകിട്ട് കിടക്കാൻ നേരത്ത് ഒരു അരമണിക്കൂറുള്ള ആ കമ്പാർട്ട്മെന്റിൽ കർത്താവുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? കർത്താവ് വന്നു പോകുന്നതല്ലാതെ വസിക്കുന്നില്ല. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കമ്പാർട്ട്മെന്റിലും കർത്താവാണ് രാജാവിന്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാനല്ല, ക്രിസ്തു വരെ. അത് ഫെയ്ത്ത് ആയിട്ട് ക്രിസ്തു എന്നിൽ വസിക്കുന്നു ഒരു ഫെയ്ത്ത് ആയിട്ട് വരുന്നതാണ് വിശുദ്ധീകരണത്തിന്റെ അടുത്ത പണി. അതായത് ക്രൈസ്റ്റ് ബിക്കംസ് എ ലിവിംഗ് റിയാലിറ്റി ഇൻ മൈ ലൈഫ്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, അങ്ങോട്ട് ഇറങ്ങി നിങ്ങളോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്ക് എന്റെ റൂമിൽ ഇരിക്കുമ്പോഴും ക്രൈസ്റ്റ് ഈസ് മൈ ലൈഫ്. എന്റെ ജീവനായ ക്രിസ്തു, ഞാൻ അവനിൽ മറഞ്ഞിരിക്കുന്നു. ഇതാ പ്രാർത്ഥന. അടുത്ത 3-ാമത്, അടുത്ത 18-ാമത്. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. ഈ ഒരു വാക്കുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ശരിക്കും നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നടക്കുന്നതിന് മുൻപ് നമ്മൾ വേരൂന്നുന്നത് സ്നേഹത്തിലല്ല, പ്രഷറിലാണ്. രസം. ലോകത്തിലെല്ലാം മനുഷ്യർക്ക് എൻജോയ്മെന്റ് തരുന്ന രസമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ആരെ കൂട്ടുകാരാക്കുന്നത്? നിങ്ങൾക്ക് ആരോട് സംസാരിക്കുമ്പോഴാണോ രസം ഉണ്ടാകുന്നത്? നിങ്ങൾ ഏത് റെസ്റ്റോറന്റിലാണ് കയറുന്നത്? ഏത് റെസ്റ്റോറന്റിലാണോ രസം ഉണ്ടാകുന്നത്? നിങ്ങൾ ആരോടാണ് കൂടുതൽ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത്? ആരോട് സംസാരിക്കുമ്പോഴാണോ രസം ഉണ്ടാകുന്നത്? അപ്പൊ ഈ രസം എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ രസം. കുറെ കഴിയുമ്പോൾ രസം പോകും. അപ്പൊ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നത് രസമായിട്ട് വരും. മനസ്സിലായോ? എന്നാൽ ക്രിസ്തുവിൽ വേരൂന്നി കഴിയുമ്പോൾ നമുക്ക് രസത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്, സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ക്രിസ്തുവിലുള്ള ഒരാൾക്ക് എപ്പോഴെങ്കിലും ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കാൻ പറ്റുമോ? രസം പോയി, പക്ഷെ സ്നേഹം പോകില്ലല്ലോ. കാരണം എന്താ? ക്രിസ്തുവിന്റെ സ്നേഹം ഒരിക്കലും ഒഴിയുന്നില്ല. എത്ര മോശമായ ആളാണെങ്കിലും ആ സ്നേഹം അഴിഞ്ഞു പോകാതെ നമ്മൾ എങ്ങനെ ഡൈവോഴ്സ് കൊടുക്കും? ഇന്ന് വിശ്വാസികളുടെ മുഴുവൻ ഈ ഡൈവോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാ ഈ രസം തീരുമ്പോഴാണ്. രസം തീർന്നു. അപ്പൊ പഴയ മനുഷ്യൻ ജീവിക്കുന്ന എപ്പോഴും രസം നോക്കിയാണെങ്കിൽ, പുതിയ മനുഷ്യൻ സ്നേഹത്തിൽ വേരൂന്നിട്ട് പറയാണ്, സ്നേഹത്തിന്റെ നീളവും ഉയരവും വീതിയും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാൻ. അതെങ്ങനെയാണ് ഞാൻ കുറെ ആലോചിച്ചത്. എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചർച്ചകൾ എല്ലാവരും നല്ല മനുഷ്യരെന്നായിരിക്കും, ചിലർ മഹാ അഹങ്കാരികളായിരിക്കും. ഞാൻ അവനെ നോക്കിയിരിക്കുന്നത്, എന്റെ കർത്താവ് നീ എങ്ങനെ ഇവനെ ഇതിനകത്ത് കൊണ്ടുവന്നു? അപ്പൊ കർത്താവ് പറയുന്ന സ്നേഹത്തിന്റെ നീളം എന്താണെന്ന് അറിയണമെങ്കിൽ നീ അവനെ സ്നേഹിച്ചാൽ മനസ്സിലാവും. കുറെ കഴിയുമ്പോൾ വേറൊരുത്തൻ അതിനേക്കാൾ ശല്യക്കാരൻ. അപ്പൊ കർത്താവ് പറയും, നിനക്ക് എന്റെ സ്നേഹത്തിന്റെ വീതി എന്താണെന്ന് അറിയണമെങ്കിൽ നീ അവനെ സ്നേഹിച്ചു നോക്കാം. അപ്പൊ ഇങ്ങനെ ഈ വിശുദ്ധന്മാരെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഈ സ്നേഹത്തിന്റെ നീളവും വീതി ആഴവും എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ വീട്ടിലുണ്ട് ഇങ്ങനെ പറയണം. അവരെയൊക്കെ സ്നേഹിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാകുന്നു ഇത്രയും ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് അവസാനം അവന്റെ സ്നേഹത്തിന്റെ ആഴവും കൂടെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരെന്നറിയോ? ആരാ?
യോഹന്നാനല്ല, പീറ്ററല്ല, അല്ല അല്ലല്ല. നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാൻ സത്യം തോന്നുന്നു പറയാണ്, നിങ്ങൾ വിഷമിക്കരുത്, അത് ഞാനാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോഹന്നാൻ എന്ന് പറയുമ്പോൾ ഞാനില്ലായിരുന്നു. അത് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ യേശു കർത്താവ് യോഹന്നാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന്. അത് മത്തായിക്കും തോന്നിയിട്ടില്ല, പത്രോസിനും തോന്നിയിട്ടില്ല, അത് യോഹന്നാനാണ് തോന്നിയത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും തോന്നാം. ഞാൻ വിചാരിക്കുമായിരുന്നു, യോഹന്നാൻ ഇങ്ങനെ ചിന്തിച്ചു കാണും, ഓ എന്റെ കർത്താവെ, പത്രോസിനെയൊക്കെ രക്ഷിക്കാൻ ഇനി ഒരു പടി താഴോട്ട് ഇറങ്ങി അവൻ എങ്ങനെ എടുത്തോണ്ട് പോകുന്നു, എന്നെ പോലൊരു മഹാഭാവിയെ രക്ഷിക്കാൻ നീ എന്തുമാത്രം കുഴിലോട്ട് ഇറങ്ങിക്കണം. അധികം ക്ഷമിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിക്കാം, കർത്താവ് യോഹന്നാനെ രക്ഷിക്കാൻ നീ 50 അടി താഴോട്ട് ഇറങ്ങിയാൽ മതി, എന്നെ രക്ഷിക്കാൻ നീ അവാതെ കുഴിക്കാത്തായിരിക്കും ഇറങ്ങിയത്. അപ്പൊ കൂടുതൽ ആരെയാണ് സ്നേഹിച്ചേക്കുന്നത് പറ. അപ്പൊ എന്നെ തന്നെ നോക്കിക്കഴിഞ്ഞ് എനിക്ക് മനസ്സിലാവും കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം എന്താണ്. ഒരു പരാതിയില്ല. കർത്താവിനെ സ്തോത്രം ചെയ്യാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട, ആഹാരവും വേണ്ട. കർത്താവിനെ രക്ഷിക്കുന്നവർ ഒറ്റ കാര്യം മതി, വേറെ ഒന്നുമില്ലെങ്കിലും ഇന്ന് ഈ ശ്വാസം ഇല്ലാതെ പോയാലും സ്തോത്രത്തിനൊരു കുറവുണ്ടാകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ തൂക്കി നരകത്തിലോട്ട് ഇട്ടായിരുന്നെങ്കിൽ പോലും ഈ സൃഷ്ടിയും ദൂതന്മാരെല്ലാം പറഞ്ഞേ, കർത്താവ് ആ അശുദ്ധനായവനെ ഇവിടെ കയറ്റാത്ത നീ എത്ര വലിയ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തുതിക്ക് ഒരിക്കലും ഒരു കുറവുണ്ടാകുന്നില്ല. ആ സ്തുതി എപ്പോഴും കരയേറ്റിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല, ദൈവ സ്തുതിക്ക് യോഗ്യനായതുകൊണ്ടാണ്. അത്രയും സ്തുതിക്ക് യോഗ്യനായ കർത്താവ് എന്നോട് പറയാണ്, ഞാൻ നിന്നെ രക്ഷിച്ച് എന്റെ വീട്ടിലാക്കാം, നീ എന്നെ സ്തോത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഇതിൽ കപ്പയും മീനുകൾ തന്നാലേ സ്തോത്രം ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഉപജീവനം ഇതുമായിട്ട് യാതൊരു കണക്ഷനില്ല. ഈ സ്തോത്രവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ നമ്മളെ രക്ഷിച്ചു എന്നുള്ളത് തന്നെ ജീവിതകാലം മുഴുവൻ സ്തോത്രം ചെയ്യാനുള്ള കാരണമാണ്. അവന്റെ സ്നേഹത്തിന്റെ ആഴമാണ് അവൻ എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്. അടുത്ത വാക്യം നോക്കി, 19-ാം വാക്യം. വിശുദ്ധന്മാരോട് കൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും. ഈ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം, അതുകൊണ്ട് നമ്മൾ ഈ സെഷൻ അവസാനിക്കും. ഞങ്ങൾ ഓങ്കോളിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനോട് പോയിക്കൊണ്ടിരിക്കുക. പുള്ളി അൺമാരീഡാണ്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പയ്യനെതിരെ വരുന്നു, തലമുടിയൊക്കെ ചീകാതെ കീറി പറഞ്ഞൊരു വസ്ത്രമൊക്കെ ഇട്ട് വരുന്നു. അപ്പൊ ഈ ബ്രദർ അവനെ കണ്ടു പറഞ്ഞു, എടാ നീ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയവനല്ലേ, നിന്റെ പേര് ഇതല്ലേ, സുനിൽ എന്നല്ലേ? അതെ സാർ. നീ എങ്ങോട്ട് പോയിട്ട് വരും, നീ എന്താ ക്ലാസ് വരാതെ? സാർ, ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു, അവളെ എന്നെ പറ്റിച്ചു, വേറൊരുത്തനെ കല്യാണം കഴിച്ചപ്പോൾ ഒരു കൊച്ചു പോയി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതിന് ഞാൻ മരിക്കാൻ വേണ്ടി വന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ. ആലോചിക്കണം, ഭ്രാന്ത് വരെ പോയി. എന്നിട്ട് അപ്പൊ ഈ സാറ് പറഞ്ഞു, അപ്പൊ നിങ്ങൾ തിരിച്ചു പോരുന്നേ ചോദിച്ചു പറഞ്ഞു. ചാവാൻ നിന്നപ്പോഴാണ്, വണ്ടി വരുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. ആ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ പഴയ ക്രിക്കറ്റ് ടീമിനോടടുത്ത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചാകുന്നതിന് മുമ്പ് ക്രിക്കറ്റ് മാച്ചൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ പുള്ളി ക്രിക്കറ്റ് കാണാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് സാറ് വിളിക്കുന്നത്. അപ്പൊ സാറ് എന്നെ വിളിച്ച് പറഞ്ഞു, അന്നാ ഇങ്ങനെ ഒരുത്തിനെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചർച്ച നടക്കുന്ന റൂമിൽ ഇവരെ താമസിപ്പിക്കാം, അവിടെ വേറെ താമസിക്കുന്നില്ല, അപ്പോൾ ഒരു വീട് പറയാം. ഞാൻ പറഞ്ഞു ഓക്കെ. 3-4 ആഴ്ച കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ് ഇവനെ കോളേജിൽ അടയ്ക്കാനുള്ള ഫീസ് IAS മുഴുവൻ അടച്ച്, ആബ്സെൻസ് കൊണ്ടുപോകാൻ ചെയ്യാനുള്ള പണം കൊടുത്തു, പുസ്തകം മേടിച്ചു കൊടുത്തു, ഇവനെ പഠിപ്പിക്കാൻ ഒരാളെ അവിടെ ആക്കി ഈ സാറ്. എന്നിട്ട് അവൻ പഠിക്കുന്നില്ല, രാത്രി ഉഴപ്പി തിരിഞ്ഞ് നടക്കും, വീട്ടുകാർക്ക് ശല്യം, നാട്ടിൽ ബഹളം, അവിടെ ഭയങ്കര ഒച്ചത്തിൽ സംസാരിച്ച് അവിടെ അയൽക്കാരുടെ കംപ്ലൈന്റ് തുടങ്ങി. 1 മാസമായി, 2 മാസമായി, 3 മാസമായി സഭയുടെ കാര്യം പ്രശ്നത്തിലാവുന്ന അവസ്ഥ വന്നു, ഒരു ഇറങ്ങിപ്പോണ്ട അവസ്ഥ വരും. അപ്പൊ ഞാൻ ഈ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും നമ്മൾ ട്രൈ ചെയ്തിട്ട് നന്നായ പ്രശ്നമൊന്നുമില്ല, നന്നാവുമെന്നും തോന്നുന്നില്ല, നമുക്ക് അവനെ ഒന്ന് പറഞ്ഞു വിട്ടാലോ, അല്ലെ വേറെ എങ്ങോട്ടേലും മാറ്റിയാലോ? ഇനി വെച്ചിട്ട് ഈ പുള്ളി എന്നോട് പറയാ, അണ്ണാ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിടുകയില്ല, കാരണം കർത്താവാണ് എനിക്ക് അവനെ തന്നത്. ഞാൻ പറഞ്ഞു, അത്രയും ഉറപ്പ് നിനക്കൊണ്ടേ ഞാനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചറിയോ, അവൻ പോയി പരീക്ഷ എഴുതി കേട്ടോ. പരീക്ഷ എഴുതി ഭയങ്കര രസമായിരുന്നു. പേര് നമ്പർ, റോൾ നമ്പർ എഴുതി, സബ്ജക്റ്റിന്റെ പേര് എഴുതി, വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും, ഒരു ക്വസ്റ്റ്യൻ പോലും എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ നമ്പർ പോലും ഇട്ടില്ല, പേപ്പർ കൊടുത്തു. എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. അവൻ എന്നോട് പറയാം, അണ്ണാ ദൈവമുണ്ട്. ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി? ഞാൻ ഒരു അക്ഷരം കൂടി എഴുതി കാരണം ഇതെങ്ങനെ 28 മാർക്ക് പാസ് മാർക്ക് കിട്ടി എങ്ങനെ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, ഏതോ ഒരു കണ്ടുപിടിച്ച് പേപ്പർ വരുമ്പോൾ കാണാതെ
അപ്പോൾ അതല്ല, ഇത് ദൈവമുണ്ട്. ഞാൻ പറഞ്ഞു ദൈവം നിന്നെ പോലുള്ള ഉഴപ്പന്മാർക്ക് ചുമ്മാ മാർച്ചിരുന്നാളല്ല. അധ്വാനിക്കുന്ന പിള്ളേർ അപ്പുറത്തിരിക്കുമ്പോൾ നിനക്ക് ചുമ്മാ മാർക്കുന്നത് പറ്റിക്കരുതാനാണ് ദൈവം. നീ ദൈവത്തെ ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറ്റിച്ചെഴുതാൻ പറഞ്ഞു. അവൻ പോയി എഴുതി ഭയങ്കരമായിട്ട് പഠിച്ചു, കുത്തി ഇരുന്ന് പഠിച്ചു. 82% മാർക്കോടെ അവൻ എഞ്ചിനീയറിംഗ് നടത്തി. അത് പോട്ടെ, എന്തോ ഒരു എഞ്ചിനീയർമാരെ തരാ പാടാൻ പറഞ്ഞു. പക്ഷെ ഇവൻ കർത്താവ് വിശ്വസിച്ച് സ്നാനപ്പെട്ട അവരുടെ വില്ലേജിൽ പോയി പിള്ളേർക്ക് ശിക്ഷണം പറഞ്ഞു അനേകം ആൾക്കാരെ കർത്താവിലേക്ക് വിളിച്ചു. ഞാൻ ആലോചിക്കായിരുന്നു, എന്റെ പരിജ്ഞാനം, ലോകത്തിന്റെ പരിജ്ഞാനോട് പറഞ്ഞു അവനെ വിട്ടേക്ക്, അവൻ ശല്യമാവും. പക്ഷെ ആ ബ്രദർ എന്നോട് പറഞ്ഞു ഇല്ല, ഞാൻ വിടത്തില്ല. അത് പരിജ്ഞാനത്തെ കഴിയുന്ന സ്നേഹമാണ്. ചിലപ്പോൾ കൊന്നിട്ട് പോകായിരിക്കും, പക്ഷെ പരിജ്ഞാനത്തെ കഴിയുന്ന സ്നേഹം എന്റെ ഉള്ളിൽ ഉണ്ടാണെങ്കിൽ ഈ അകത്തെ ആത്മാവ് ഇതാണ് ബലം. നിങ്ങൾക്ക് ഏത് ബലം വേണ്ടത്? ഏത് ധനം വേണ്ടത്? നശിച്ചു പോകുന്ന ധനമാണോ? കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ഒരു ദിവസം ചെല്ലുമ്പോൾ ക്രിസ്തുവിന്റെ തേജസ്സോടെ നമ്മളെ അവിടെ നിർത്തുന്ന ആത്മാവിന്റെ ബലമാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഏത് ഓർക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത്? നമ്മൾ അവസാനം പറയാണ് ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിങ്ങൾ നിറഞ്ഞു വരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ ചേസ് എന്ന് പറയുന്ന അധമനായ വൃത്തികെട്ടവനായിരുന്ന ലോകത്തിൽ ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്ന എന്നിലൂടെ കാണുമ്പോൾ അന്ന് എന്നെ തെരഞ്ഞെടുക്കുമ്പം ഈ ദൂതന്മാര് എല്ലാം നോക്കി ഇവനെയൊക്കെയാണോ തെരഞ്ഞെടുത്തേക്കുന്നത് എന്ന് ചിന്തിച്ച നേരെ നിൽക്കാത്ത ഇവൻ, ഇത്രയും വഷണനായ വൃത്തികെട്ടവനായ ഇവനെയാണോ തെരഞ്ഞെടുത്തേക്കുന്നത് എന്നെല്ലാം ചിന്തിച്ചാണ്. പത്രോസിനെ തെരഞ്ഞെടുത്തപ്പോഴാണ് ചിന്തിച്ചാണ്. സാത്താനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്, ഏറ്റവും സൗന്ദര്യമുള്ളവരും ഏറ്റവും കഴിവുള്ളവരും നല്ല. പക്ഷെ ദൈവം നേരെ തിരിച്ചാൽ ഏറ്റവും പൊട്ടന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആൾക്കാർ ഇവനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പട്ടാളക്കാരെ തിരഞ്ഞെടുത്താണെങ്കിൽ ഇവ പിടിക്കാൻ വരുമ്പോഴെങ്കിലും തോക്കുമായിട്ട് തന്നേനെ. ഇത് പട്ടാളക്കാർ ഒരു വഴിയെ വരുമ്പോ വേറെ വഴി ഓടുന്ന കുറെ എണ്ണത്തിനെ പിടിച്ച് ശിഷ്യന്മാരാക്കി വെച്ചിരിക്കുന്ന ഇതൊക്കെ എവിടെ ചെന്ന് തീരും? അവസാനം സ്വർഗത്തിൽ നമ്മൾ ധൈര്യത്തോടെ നിൽക്കുമ്പോഴാണ് ഞാനും നിങ്ങളെല്ലാം യേശു ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെട്ടവർ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കുഞ്ഞാട് എത്ര വലിയ രക്ഷയാണ്. ഇതാണ് സ്തോത്രം, സ്വർഗത്തിലെ സ്തോത്രം എന്നത്. ഇവനെ കർത്താവിനെ പോലെ ആക്കാൻ വേണ്ടി കുഞ്ഞാട് അനുഭവിച്ച കഷ്ടങ്ങൾ ഭയങ്കരം തന്നെ. കുഞ്ഞാടേ നീ യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാടേ നീ യോഗ്യൻ. ജെയ്സിനെ ഇങ്ങനെ മാറ്റാൻ നിനക്കല്ലാതെ ആരെയെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അവൻ നിന്റെ ധനത്താൽ സമ്പന്നനായതാണ്. ഒന്നും പുകഴാനില്ല. അവിടെ ചെന്നിട്ട് ഞാൻ ഓടിയവനാണ് കർത്താവ് എന്ന് പറയാൻ പറ്റില്ല. ഒന്നുമില്ല കർത്താവ്, ഇപ്പൊ നീ എന്നെ നരകത്തിൽ വിട്ടാലും എനിക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. പക്ഷെ നിന്റെ കരുണ എന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ നീതി എന്നെ നീതിമാനാക്കി, നിന്റെ സമ്പത്ത് എന്നെ സ്വർഗത്തിലെ ഭണ്ഡാരങ്ങളെ നിറച്ചിരിക്കുന്നു. ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയുമ്പോൾ അന്ന് മുട്ടുകുത്തി കീടങ്ങളെ താഴെയിട്ട് ഞാൻ പറയും കർത്താവേ, രക്ഷ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനം, ഞാൻ ഒന്നുമില്ല. ഇതാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആത്മാവിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധീകരണം നമ്മൾ ഓരോ ദിവസവും ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുന്ന, വിശ്വാസത്താൽ നമ്മളെ ക്രിസ്തുവിനോളം എത്തിക്കുന്ന ആ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന, പുത്രനോട് തന്ന എല്ലാ വാഗ്ദത്തങ്ങൾക്കായും സ്വർഗീയാനുഗ്രഹങ്ങൾക്കായും ക്രിസ്തുവിന്റെ സമ്പത്തിനായും കൂട്ടവകാശങ്ങൾക്കായും തേജസ്സിനായി വിശുദ്ധിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്ത് അങ്ങേ നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങ് സ്തുതിക്കും. സ്തോത്രങ്ങൾക്കും യോഗ്യനാകയാൽ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു, നമസ്കരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.